എനിക്ക് എൻ്റെ പ്രസന്റേഷൻ മാത്രമേ ഈ ഗൂഗിൾ മീറ്റിന്റെ കുഴപ്പമാണ്. അതുകൊണ്ട് തന്നെ ചില ടെക്നിക്കൽ പ്രോബ്ലം വഴി ഇത് ഡിസ്കണക്ട് ആവുകയാണെങ്കിൽ ഞാൻ അറിയില്ല. അതുകൊണ്ട് ഞാൻ കോർഡിനേറ്ററോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്, അങ്ങനെ എന്തോ സംഭവിച്ച ഉടനെ തന്നെ എന്നെ ഫോൺ ചെയ്യണം. സോ ദാറ്റ് ഐ വിൽ നോ ദാറ്റ് ഇറ്റ് ഹാസ് ബീൻ ഡിസ്കണക്റ്റഡ്. ആ ഒരു അഭ്യർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാം. പ്രസന്റേഷൻ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ നല്ലതായിരിക്കും. കാണാം കാണാം. ഓക്കെ. സോ മസ്കിറ്റോ ബോൺ ഡിസീസസ് ഇൻ കേരള ആൻ അപ്ഡേറ്റ്. കഴിഞ്ഞ 10 വർഷത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് ആയിരിക്കും കാര്യമായിട്ട് ഞാൻ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവുക. ഇപ്പൊ നിങ്ങൾക്കൊരു ചിത്രം കാണാം. ഇപ്പം 2 ഭീകര ജീവികളാണ്. ഒന്ന് ഒരു വിഷപ്പാമ്പാണ്, അപ്പൊ അതിനെ കടിക്കുന്ന ഒരു മൊസ്കിറ്റോ. അപ്പൊ ഞാനൊരു ചോദ്യം ചോദിച്ചിരിക്കുകയാണ്, ഹു ഇസ് മോർ ഡേഞ്ചറസ്? ഇത് വളരെ രസകരമായ ഒരു ചോദ്യമാണ്. പലപ്പോഴും നമുക്ക് ഇന്റർനെറ്റിലൊക്കെ കാണാൻ മതി. വിച്ച് ഇസ് ദ മോസ്റ്റ് ഡേഞ്ചറസ് എനിമൽ ഇൻ ദ വേൾഡ്? നിങ്ങൾക്ക് ഒരു പാമ്പാണോ അല്ലെങ്കിൽ കൊതുകാണോ എന്നുള്ള സംശയം പലപ്പോഴും ഉണ്ടാകും. ആ സംശയം നമുക്ക് തീർത്തു നോക്കാം. ഇപ്പോൾ WHO കണക്ക് പ്രകാരം ഒരു വർഷം 81,000-നും 1,38,000-നും ഇടയ്ക്ക് ആളുകളാണ് പാമ്പ് കടിയേറ്റ് രോഗമാസകലം മരണമടയുന്നത്. എന്നാൽ മസ്കിറ്റോ ബൈറ്റ് കൊണ്ട് എന്ന് പറഞ്ഞാൽ മസ്കിറ്റോ ബൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് മസ്കിറ്റോ ബോൺ ഡിസീസസ് കൊണ്ട് ഏകദേശം 6 ലക്ഷത്തോളം, 6 മുതൽ 6 ലക്ഷം എന്നല്ല, അതിൽ കൂടുതലുണ്ട്. നമുക്ക് കണക്ക് പ്രകാരം, നമുക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം ഏകദേശം 6 ലക്ഷമാണ് ഇപ്പോൾ ഉള്ളത്. അത് 10 ലക്ഷം വരെ ആകാം എന്നാണ് WHO തന്നെ പറയുന്നത്. അപ്പോൾ നമുക്ക് സംശയം തീർന്നു, മൊസ്കിറ്റോ തന്നെയാണ്. സോ മൊസ്കിറ്റോ ഈസ് കൺസിഡർഡ് ദി മോസ്റ്റ് ഡേഞ്ചറസ് അനിമൽ ഇൻ ദ വേൾഡ്. അപ്പൊ ആദ്യത്തെ പാർട്ടിൽ ഞാൻ മൊസ്കിറ്റോസിനെ പരിചയപ്പെടുത്താം. പ്രത്യേകിച്ചും ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ അവരുടെയും കൂടി ഗുണത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ മൊസ്കിറ്റോസിനെ പറ്റി പരിചയപ്പെടുത്തുന്നത്. ജനറൽ ആയിട്ട് മൊസ്കിറ്റോയുടെ പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ 42 ജനറയാണുള്ളത്. അത് ഒന്ന് രണ്ടങ്ങോട്ട് കൂടും, കാരണം ഓരോ ടാക്സോണമിസ്റ്റും ഓരോ തരത്തിലാണ് പറയുക. ഇപ്പൊ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാവും, കാരണം ചില ജനറയൊക്കെ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ചിലപ്പോൾ അതിൽ കൂടുതലുണ്ടാവും. സ്പീഷീസ് ഏകദേശം 3500. അതിൽ വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഡിസീസ് ക്യാരി ചെയ്യുന്നത് 8 ജീനസിൽപ്പെട്ട മൊസ്കിറ്റോസ് ആണ്. സ്പീഷീസ് കണക്ക് കൂട്ടുകയാണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി 100. നമ്പർ ഓഫ് ഡിസീസസ് ട്രാൻസ്മിറ്റഡ് 50. നമ്മൾ ഈ പറഞ്ഞ ഡെങ്കി, മലേറിയ, മന്ത്, അതൊക്കെ നമ്മൾ കേട്ടത് അധികവും. അത് മാത്രമല്ല, ചെറിയ ചെറിയ ഒരുപാട് രോഗങ്ങളുണ്ട്, പ്രത്യേകിച്ചും വൈറൽ ഡിസീസസ്. ഏകദേശം 50 ഡിസീസസ് ഉണ്ട്. അത് മനുഷ്യനിലുള്ളതുണ്ട്, അനിമൽസിലുള്ളതും. ഇന്ത്യയിൽ കണക്കനുസരിച്ച് ഇപ്പോൾ 330 സ്പീഷീസ് മൊസ്കിറ്റോസ് ആണുള്ളത്. അത് അപ്ഡേറ്റഡ് അല്ലത്, അതുകൊണ്ട് കൃത്യമായിട്ട് ഇത് മുഴുവൻ ശരിയായിരിക്കില്ല. 30 എന്നുള്ളത് ചില കുറച്ച് വ്യത്യാസം ഉണ്ടാവും. കേരളത്തിലുള്ളത് ഏകദേശം അപ്ഡേറ്റഡ് ആണ്. കഴിഞ്ഞ വർഷം വരെയുള്ള കണക്കാണിത്. ഈ വർഷം വരെ തന്നെ പറയാം, അതിന് ശേഷം പുതിയ സ്പീഷീസ് ഒന്നും ഉണ്ടായിട്ടില്ല. 135 സ്പീഷീസ് ആണ് എൻ്റെ ഒരു കമ്പൈലേഷനിൽ ഞാൻ കണ്ടത്. 135 സ്പീഷീസ്. അപ്പൊ അത്രയും മൊസ്കിറ്റോസ് കേരളത്തിലുണ്ട് എന്നർത്ഥം. പലർക്കും ഇത് അറിയില്ലായിരിക്കും. ഇതിന് മൊസ്കിറ്റോസിന്റെ ലൈഫ് സൈക്കിൾ, നിങ്ങളൊക്കെ സുവോളജിക്കാരായതുകൊണ്ട് തന്നെ നിങ്ങൾക്കെല്ലാം അറിയാം. എങ്കിൽ പോലും ജസ്റ്റ് ഒന്ന് നമ്മുടെ എന്താ പറയേണ്ടത്, മെമ്മറി ഡിപ്പോസിറ്റ് ഒക്കെ ഒന്നുകൂടി സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടി പറയുകയാണ്. അപ്പോൾ അഡൽട്ട് മൊസ്കിറ്റോസ് സാധാരണ ഒരു ആവറേജ് ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 1 മന്ത് ആണ്. വ്യത്യാസം ഉണ്ടാവും. അത് 60 ദിവസം ജീവിക്കുന്നതുകൊണ്ട് 15 ദിവസം ജീവിക്കുന്നതുകൊണ്ട്. ആവറേജ് ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 30 ഡേയ്സ് ആണ്. അത് എവറി ഓൾട്ടർനേറ്റ് ഡേയ്സ് ആണ് സാധാരണ ട്രോപ്പിക്കൽ കണ്ടീഷനിൽ അത് മുട്ടയിടുന്നത്. എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് എല്ലാ ദിവസവും മുട്ടയിടില്ല. കാരണം എന്ന് വെച്ചാൽ അതിന് ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിച്ചാൽ മാത്രമേ അതിന് എഗ്സ് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുകയുള്ളൂ. ദേ റിക്വയർ ബ്ലഡ് ഫോർ ദാറ്റ്. അതിനാണ് ഫീമെയിൽ മൊസ്കിറ്റോസ് മാത്രമേ കടിക്കൂ എന്ന് നിങ്ങൾക്കറിയാം. അത് കടിക്കാനുള്ള കാരണം അതാണ്, ദേ റിക്വയർ ഹൈലി പ്രോട്ടീനേഷ്യസ് ഫുഡ് ആവശ്യമാണ് എഗ് ഡെവലപ്പ് ചെയ്യാൻ. അപ്പൊ ബ്ലഡ് കുടിച്ച് കഴിഞ്ഞ് ഏകദേശം ഒരു ദിവസം അങ്ങനെ റെസ്റ്റ് ചെയ്യും. ആ സമയത്താണ് എഗ്സ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ഇത് വെള്ളത്തിലാണ് മുട്ടയിടുന്നത്. അപ്രോക്സിമേറ്റ്ലി ദർ വിൽ ബി 200 എഗ്സ് അറ്റ് എ ടൈം. 200ഓളം മുട്ടകൾ ഒറ്റ മൊസ്കിറ്റോസിന് ഇടാൻ പറ്റും. അത് വിത്തിൻ 1 or 2 days വിൽ ബിക്കം ലാർവ. ലാർവയായിട്ട് ആദ്യം 4 ഇൻസ്റ്റാസ് ഉണ്ട് ലാർവ. ഫസ്റ്റ് ഇൻസ്റ്റാർ, സെക്കൻഡ് ഇൻസ്റ്റാർ, തേർഡ് ഇൻസ്റ്റാർ ആൻഡ് ഫോർത്ത് ഇൻസ്റ്റാർ. വലുതായി വരും. ഒടുവിൽ അത് ഏകദേശം ഒരാഴ്ച കൊണ്ട് അത് പൂർണ്ണ വളർച്ചയെത്തുകയും അത് പ്യൂപ്പയാവുന്നു.
പ്യൂപ്പ അഗൈൻ വിതിൻ 1 or 2 days പ്യൂപ്പയിൽ നിന്നും അഡൽട്ട് പുറത്തേക്ക് വരും. പുറത്തേക്ക് വന്നാൽ അത് പെൺകൊതുകാണെങ്കിൽ നമ്മളെ കടിക്കാൻ വരും. മനുഷ്യനെ മാത്രമല്ല അനിമൽസിനെയും കടിക്കും. നേരത്തെ കണ്ട പാമ്പിനെ പോലും കടിക്കാനുള്ള കഴിവുണ്ട് മൊസ്കിറ്റോസിന്. എല്ലാ മൊസ്കിറ്റോസും എല്ലാ ജീവികളെയും കടിക്കില്ല. ഓക്കെ, ഇതാണ് ഒരു ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. ഇനി പ്രധാനപ്പെട്ട ചില മൊസ്കിറ്റോ അവരുടെ എങ്ങനെ ഹൗ ക്യാൻ യു ഐഡന്റിഫൈ ദിസ് മൊസ്കിറ്റോസ്, അതാണ് ഞാൻ പറയുന്നത്. ആദ്യത്തത് അനഫലസ് മൊസ്കിറ്റോ ആണ്. അനഫലസ് മൊസ്കിറ്റോ വളരെ പ്രത്യേകതകളുള്ള ഒരു മൊസ്കിറ്റോ ആണ്. അപ്പൊ അത് സാധാരണ മുട്ടയിടുന്നത് ഓരോ മുട്ടയിലിടുന്നത് ഒറ്റ ബഞ്ചായിട്ടുള്ള സിംഗിൾ എഗ്സ് ആണ്. അത് വെള്ളത്തിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കും. അതിനുള്ള ഫ്ലോട്ട്സ് ഉണ്ട്, രണ്ട് ഭാഗത്തും ഫ്ലോട്ട്സ് ഉണ്ട്. ആ ഫ്ലോട്ട്സ് കൊണ്ടാണ് അത് വെള്ളത്തിൽ പൊങ്ങി. അത് വിരിഞ്ഞതിന് ശേഷം അതിന്റെ ലാർവയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന്റെ ലാർവ കണ്ടോ മത്സ്യം വെള്ളത്തിന്റെ മേലെ നിൽക്കുന്നത് പോലെയാണ്. ഒരു സമാന്തരമായിട്ടാണ്, വാട്ടർ സർഫസിന് പാരലൽ ആയിട്ടാണ് അത് റെസ്റ്റ് ചെയ്യുന്നത്. വെൻ ഇറ്റ് ഈസ് നോട്ട് ഡിസ്റ്റർബ് ചെയ്താൽ താഴേക്ക് പോകും. പ്യൂപ്പ എല്ലാത്തിന്റെയും പ്യൂപ്പ ഏകദേശം ഒരുപോലെ തന്നെ ഉണ്ടാവും. അഡൽട്ട് നല്ല പ്രത്യേകത ഉണ്ട്. അഡൽട്ടിന്റെ സിറ്റിംഗ് പോസ്ചർ നോക്കുക. പൊതുവെ ചെറിയ മൊസ്കിറ്റോസ് ആണ്, മെലിഞ്ഞ മൊസ്കിറ്റോസ് ആണ്. അധികം നിങ്ങൾ കണ്ടു കാണില്ല ചിലപ്പോൾ. നമ്പർ വൈസ് അതിന്റെ നമ്പർ കുറവാണ്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ ആ സിറ്റിംഗ് പോസ്ചർ ആണ്. ലിവിങ് മൊസ്കിറ്റോ ആണെങ്കിൽ, ലൈവ് മൊസ്കിറ്റോ ആണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. ഇറ്റ് മേക്സ് എൻ ആംഗിൾ വിത്ത് ദി സർഫസ്. എവിടെയാണ് അത് റെസ്റ്റ് എടുക്കുന്നത് അതുമായിട്ടൊരു ആംഗിൾ ഉണ്ടാക്കും. അങ്ങനെയാണ് അതിനെ പെട്ടെന്ന് നമുക്ക് അനഫലസിനെയും മറ്റുള്ള മൊസ്കിറ്റോസിനെയും ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റും. യെസ് സാർ, അത് ബാക്കി പാർട്ടിസിപ്പൻസിനോടാണ്. സാർ പവർ പോയിന്റിൽ പ്രസന്റേഷൻ ആണ് ചെയ്യുന്നത്. അത് കൃത്യമായിട്ട് നിങ്ങൾ സ്ക്രീനിൽ കിട്ടാൻ വേണ്ടി ആ പവർ പോയിന്റിന്റെ നടുക്ക് ഒരു പിന്നിന്റെ ബട്ടൺ കാണാം. അത് ഞെക്കി വെച്ചാൽ പവർ പോയിന്റ് മാറില്ല, അത് ഫുള്ള് കാണാൻ പറ്റും. ദയവ് ചെയ്ത് എല്ലാവരും അത് ചെയ്ത് വെക്കുക. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ, അടുത്തത് ക്യൂലക്സ് ആണ്. ക്യൂലക്സിന്റെ എക്സ് കണ്ടില്ല, വലിയ എക്സ് ആണെന്ന് തോന്നും. അത് ഒരു എഗ് അല്ല, 10-100 എഗ്സ് ഒന്നിച്ച് ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ്. അതിന് എഗ് ഗ്രാഫ്റ്റ് എന്നാ പറയാം. അപ്പൊ ഇങ്ങനെ ആ ഒരു കട്ടമരത്തിന്റെ ഷേപ്പാണ്. അതുകൊണ്ടാണ് അതിന് ബോട്ട് പോലെയാണ്. അതിന് വെള്ളത്തിൽ ഇങ്ങനെ മേലെ പൊങ്ങിക്കാൻ പറ്റും. ഓരോ എഗ് ആണെങ്കിൽ അത് വെള്ളത്തിൽ നിന്ന് പൊങ്ങിപ്പോകും. അപ്പൊ അതിന്റെ ലാർവ നല്ല പ്രത്യേകത ഉണ്ട്, കണ്ടില്ല? അനഫലസിനെ പോലെയല്ല. അതിന് മേൽഭാഗത്ത് നിങ്ങൾക്ക് ഒരു സ്ട്രക്ചർ കാണാം. അതാണ് അതിന്റെ സൈഫൺ എന്ന് പറയും. ഈ സൈഫൺ വഴിയാണ് അത് ഓക്സിജൻ അന്തരീക്ഷത്തിൽ നിന്ന് വലിച്ചെടുക്കുന്നത്. അപ്പൊ അങ്ങനെ തൂങ്ങിക്കിടക്കുക. വാൽഭാഗം മേലെയും തല താഴെയായിട്ട് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന മൊസ്കിറ്റോസ് ആണ്. അനഫലസ് ഒഴിച്ചുള്ള എല്ലാ മൊസ്കിറ്റോസും അങ്ങനെ തന്നെയാണ്. അതിന്റെ അഡൽട്ടിന്റെ പ്രത്യേകത കണ്ട റെസ്റ്റിംഗ് പോസ്ചർ കണ്ടില്ലേ? സിറ്റിംഗ് പോസ്ചർ അതിന്റെ ഉടൽ ഭാഗം മേലോട്ടല്ല, അബ്ഡമൻ മേലോട്ടല്ലല്ലോ. അത് ഏകദേശം സർഫസുമായിട്ട് പാരലായിട്ടാണ്. ഈ സർഫസ് എന്ന് പറഞ്ഞ ഒരാളെ കടിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഏഡിസ് മൊസ്കിറ്റോവും ക്യൂലസ് മൊസ്കിറ്റോവും ഏകദേശം ഒരുപോലെ തന്നെയാണ്. അല്ല, അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ എക്സ് ആണ്. എക്സും അനഫലസിന്റെ പോലെ തന്നെ സിംഗിൾ എക്സ് ആണ്. പക്ഷെ അതിന് ഫ്ലോട്ട്സ് ഇല്ല. അതിന് പകരം വായു നിറഞ്ഞ അറകളുണ്ട്. അങ്ങനെയാണ് വെള്ളത്തിൽ പൊങ്ങി നിൽക്കുന്നത്. മറ്റൊരു പ്രത്യേകത, ഏഡിസ് മൊസ്കിറ്റോസിന്റെ എക്സ് അതിന് കരയിലെടുത്തിട്ട് കഴിഞ്ഞാലും കുറെ കാലം ജീവിക്കും. 1 വർഷത്തോളം അതിന് സർവൈവ് ചെയ്യാൻ പറ്റും. എന്നാൽ അനഫലസിന്റെയും ക്യൂലക്സിന്റെ അങ്ങനെ പെട്ടെന്ന് തന്നെ നശിച്ചു പോകുന്നത്. പിന്നെ ലാർവ ഏകദേശം ക്യൂലക്സിന്റെ പോലെ തന്നെയായിരിക്കും, പക്ഷെ കുറച്ച് വ്യത്യാസമുണ്ട്. ഫ്ലെക്സിബിൾ ആണ് കുറച്ചുകൂടി. അത് നമ്മൾ അതിന്റെ മൂവ്മെന്റ് ഒക്കെ കണ്ടാൽ നമുക്കറിയാം. ഒരു എന്താ പറയണ്ട, പാമ്പിഴയുന്നത് പോലെയുള്ള ഒരു മൂവ്മെന്റ് ആയിരിക്കും. അഡൽട്ടും ക്യൂലക്സ് പോലെ തന്നെ ഇരിക്കും. പക്ഷെ പൊതുവെ മിക്കവാറും സ്പീഷീസിനും ഒരുപാട് ഓർണമെന്റേഷൻ ഉണ്ടാവും. വെള്ള പൊട്ടുകളുണ്ടാവും ബോഡി മുഴുവൻ. ഇങ്ങനെയാണ് നമ്മൾ ഏഡിസിന്. പിന്നെ അതിന്റെ പ്രത്യേകത പകൽ കടിക്കുന്ന മൊസ്കിറ്റോസ് ആണ് ഏഡിസ്. എന്നാൽ ക്യൂലക്സും അനഫലസും ഈവനിങ്സിലാണ് സാധാരണ, അല്ലെങ്കിൽ ഏർലി മോർണിംഗ് അല്ലെങ്കിൽ ലേറ്റ് ഈവനിങ് ആണ് സാധാരണ. അത് സൺസെറ്റിന് ശേഷവും സൺറൈസിന് മുമ്പും ആ സമയത്താണ് അത് മൊസ്കിറ്റോസിന്റെ കടി തുടങ്ങുന്നത്. എന്നാൽ ഏഡിസ് മൊസ്കിറ്റോസ് അങ്ങനെയല്ല, ഈവൻ ഡ്യൂറിങ് ഡേ ടൈം ദേ ക്യാൻ ഫീഡ്. വേറെയും ചില സ്പീഷീസ് ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഏഡിസ് ആണ്. ഏഡിസിന്റെ 2 പ്രധാനപ്പെട്ട സ്പീഷീസ് ഏഡിസ് ആയതുകൊണ്ട് കാണിച്ചതാണ്. കാരണം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിസീസ് എന്ന് പറയുന്നത് ഡെങ്കിപ്പനിയാണ്. അപ്പൊ ഇതില് 2 മൊസ്കിറ്റോസിനെ കാണിച്ചിട്ട് കാണാം. ലെഫ്റ്റ് സൈഡിലുള്ളതാണ് ഏഡിസ് അൽബോപിക്ടസ്. അതിന്റെ പ്രത്യേകത കാണാം. അതിന്റെ തൊറാക്സ് നോക്കി കഴിഞ്ഞാൽ there is a white line in the middle. അത് കണ്ടാൽ നമുക്ക് കണ്ണുകൊണ്ട്, ഈവൻ വിത്ത് അവർ നേക്കഡ് ഐ. Oh, excuse me, Sumodhan sir. Yes. Sir, could you share your screen? ഷെയറിങ്ങിനാണുള്ളത്. I can visible that actually. അല്ല, അവിടെ പിന്നെ പിൻ ചെയ്യണം. പിൻ ചെയ്താൽ മതി. No, ചെയ്തിട്ട് കാണുന്നില്ല. ആർക്കും കാണുന്നില്ലേ? ഇല്ല, ആർക്കും കാണുന്നുണ്ടാവില്ല.
ക്ലിയർ ആണ്, കുഴപ്പമില്ല. സർ വിസിബിൾ ആണ്. വിസിബിൾ ആണ്, അത് അവര് പിന്നെ അത് Visible പിൻ ആണ്. ചെയ്യാത്തോണ്ടാണ്. അത് ആ പവർ പോയിന്റിന്റെ നടുക്ക് പിൻ ചെയ്താൽ മതി. ഓക്കെ, കണ്ടിന്യൂ ചെയ്യട്ടെ. ഓക്കെ സർ, കണ്ടിന്യൂ സർ. ഓക്കെ. അപ്പൊ ലെഫ്റ്റ് സൈഡിലുള്ള കാണാൻ നിങ്ങൾക്ക് അതിന്റെ ഒരു വൈറ്റ് ലൈൻ കാണാം. അത് വെച്ച് നമുക്ക് ഈവൻ വിത്ത് അവർ നേക്കഡ് ഐ വി കൻ ഐഡന്റിഫൈ ഏഡിസ് അൽബോപിറ്റസ്. ഏഡിസ് ഈജിപ്റ്റൈ ആണെങ്കിൽ ഇതിനെ രണ്ട് അരിവാളിന്റെ ആകൃതിയുള്ള രണ്ട് വൈറ്റ് ലൈൻ സൈഡിൽ കാണാം. അരിവാൾ കൊതുകുകളാണ്. അത് നോക്കിയിട്ട് നമുക്ക് ആ ഒരു ക്യാരക്ടറുള്ള വേറെ മൊസ്കിറ്റോ ഇല്ല. അപ്പൊ ഇങ്ങനെയാണ് ഈ രണ്ടിന്റെ നമുക്ക് ഇത് രണ്ടാണ് പ്രധാനപ്പെട്ട വെക്ടേഴ്സ്, ഏഡിസ് വെക്ടേഴ്സ്. പിന്നെ അടുത്തൊരു മൊസ്കിറ്റോ ആണ് മാൻസോണിയ. മാൻസോണിയ എന്നുള്ള പേര് ആലപ്പുഴ ഭാഗത്തുള്ളവരൊക്കെ കേട്ട് കാണും. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് മന്ത് പരത്തുന്ന പിന്നെ ഒരു മൊസ്കിറ്റോ ആണ്. ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ എക്സ് നോക്കുക. എക്സും ബഞ്ച് തന്നെയാണ്, നേരത്തെ ക്യൂരക്സ് പോലെ തന്നെ. പക്ഷെ അത് വെള്ളത്തിലല്ല ഇടുന്നത്. വെള്ളത്തിലിടുന്നതിന് പകരം അത് അക്വാട്ടിക് പ്ലാന്റ്സിന്റെ ലീഫിലാണ്, ലീഫിന്റെ അടിഭാഗത്തിന് ഒട്ടിച്ചു വെച്ചിട്ടുണ്ടാവും. പിന്നെ വിരിഞ്ഞിട്ടത് ലാർവ വെള്ളത്തിലേക്ക് വീഴുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ലാർവ വളർന്നു കഴിഞ്ഞാൽ അതിന്റെ പ്രത്യേകത അതിന് അറ്റ്മോസ്ഫറിക് ഓക്സിജൻ ശ്വസിക്കാനുള്ള കഴിവില്ല. അപ്പൊ അതിന് പകരം അതിന്റെ സൈഫണിൽ ദർ ഇസ് എ പിൻ ലൈക്ക് സ്ട്രക്ചർ. അതുകൊണ്ട് അക്വാട്ടിക് പ്ലാന്റ്സിന്റെ റൂട്ടാണ് കാണുന്നത്, വെള്ളനിറത്ത് കാണുന്നത് അതിന്റെ ഒരു വേരാണ്. അപ്പൊ അതില് എയറൻകൈമ ഉണ്ട്, എയർ നിറഞ്ഞിട്ടുള്ള എയറൻകൈമ. അതിൽ നിന്ന് കുത്തിയെടുക്കുക അതിന്റെ ഓക്സിജൻ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്പീഷീസാണ്. എന്ന് പറഞ്ഞാൽ ഇഫ് യു റിമൂവ് ദി അക്വാട്ടിക് പ്ലാന്റ്സ് ദേ വിൽ നോട്ട് ബി ഏബിൾ ടു സർവൈവ്. അതിന്റെ ഏറ്റവും വലിയൊരു കൺട്രോൾ മെത്തേഡ് തന്നെ അതാണ്. ഇപ്പോൾ ആലപ്പുഴ, ചേർത്തല ആ ഭാഗത്തൊക്കെയാണ് ഇത് ഏറ്റവും കൂടുതൽ ഉള്ളത്. അതിന്റെ അഡൽട്ട് ക്യൂലക്സ് പോലെ തന്നെ ഉണ്ടാവും, പക്ഷെ വളരെ ഓർണമെന്റൽ ആണ്, നല്ല കളർഫുൾ ആയിട്ടുള്ള മൊസ്കിറ്റോ ആണ്. ഇനി ബ്രീഡിംഗ് ഹാബിറ്റാറ്റ്സിനും പ്രത്യേകത ഉണ്ട്. എല്ലാതരം മൊസ്കിറ്റോസ് എല്ലാ സ്ഥലത്തും ബ്രീഡ് ചെയ്യില്ല. അനഫിലസ് മൊസ്കിറ്റോസിന്റെ പ്രത്യേകത ദേ ബ്രീഡ് നോർമലി ഇൻ ക്ലീൻ വാട്ടർ. അധികം പൊല്യൂഷൻ ഇല്ലാത്ത വെള്ളത്തിലാണ്, ടാങ്ക്, പിന്നെ വെൽസ്, പിന്നെ അതുപോലെയുള്ള സ്ഥലങ്ങളിൽ. പ്രത്യേകിച്ചും ചില സ്പീഷീസിനെ ഇതുപോലെയുള്ള മാൻമെയ്ഡ് ആയിട്ടുള്ള ബ്രീഡിംഗ് ഹാബിറ്റാറ്റ്സ് ആയി ഇഷ്ടം. എന്നാൽ ചിലത് അങ്ങനെയാണ്, നാച്ചുറൽ ആയിട്ടുള്ള ബ്രീഡിംഗ് ഹാബിറ്റാറ്റ്സിലും മുട്ടയിടും. എന്നാൽ ജനറലി ദേ പ്രിഫർ ക്ലീൻ വാട്ടർ. ക്യൂലക്സ് ആണ് നേരെ തിരിച്ചും. എല്ലാ സ്പീഷീസും ഇല്ല, മിക്കവാറും സ്പീഷീസ്, പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട സ്പീഷീസ് ക്യൂലസ് കിംഗിഫേഷിയറ്റസ്, മന്ത് പരത്തുന്ന കൊതുക്, അത് ബ്രീഡ് ചെയ്യുന്നത് വളരെ പൊല്യൂട്ടഡ് ആയിട്ടുള്ള വെള്ളത്തിലായിരിക്കും. അഴുക്ക് വെള്ളത്തിലാണ് അത് ബ്രീഡ് ചെയ്യുന്നത്. അല്ലാത്ത മൊസ്കിറ്റോ ചിലതുണ്ട്, പ്രത്യേകിച്ചും ജപ്പാൻ ജ്വരം പരത്തുന്ന ക്യൂലസ് വിഷ്ണുവായി സ്പീഷീസ്. അത് സാധാരണ പാടങ്ങളിലൊക്കെയാണ് അത് ബ്രീഡ് ചെയ്യുന്നത്, നല്ല വെള്ളത്തിലാണ്. പക്ഷെ നമ്മുടെ മറ്റേ മന്ത് പരത്തുന്ന ക്യൂലസ് അത് ബ്രീഡ് ചെയ്യുന്നത് അഴുക്ക് വെള്ളത്തിലായിരിക്കും. ഏഡിസിന്റെ പ്രത്യേകത അതിനെ സാധാരണ വിളിക്കുന്നത് കണ്ടെയ്നർ ബ്രീഡേഴ്സ് എന്നാണ് പറയുക. കണ്ടെയ്നേഴ്സിലാണ്, ചെറിയ ചെറിയ കണ്ടെയ്നേഴ്സിലാണ് അത് ബ്രീഡ് ചെയ്യുന്നത്. ഇവിടെ പല കണ്ടെയ്നേഴ്സ് ഞാൻ കാണിച്ചിട്ടുണ്ട്. ടയറുകളുണ്ട്, പ്ലാസ്റ്റിക് പാത്രമുണ്ട്, ടിന്നുണ്ട്, റബ്ബർ തോട്ടത്തിലുള്ള റബ്ബർ ചിരട്ടയുണ്ട്, കുപ്പികളുണ്ട്. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ എവിടെയൊക്കെ വാട്ടർ കളക്ഷൻ ഉണ്ടോ അവിടെയൊക്കെ ഏഡിസ് ബ്രീഡ് ചെയ്യും. അതുകൊണ്ടാണ് മഴക്കാലത്ത് പെട്ടെന്ന് തന്നെ ഏഡിസിന്റെ നമ്പർ കൂടാൻ കാരണം. പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിന് ചുറ്റുഭാഗത്തും ഇതുപോലെയുള്ള പല സാധനങ്ങൾ നമ്മൾ വലിച്ചെറിഞ്ഞിട്ടുണ്ടാവും. അവിടെയൊക്കെ വെള്ളം കെട്ടി നിറഞ്ഞ് സോ യു വിൽ ബി ഗെറ്റിംഗ് മൊസ്കിറ്റോ ബൈറ്റ്സ് ഡ്യൂറിംഗ് ഡേ ടൈം. മാൻസോണിയ നേരത്തെ പറഞ്ഞു, അത് അക്വാട്ടിക് പ്ലാന്റ്സ് വേണം, ഇതിനുള്ളിൽ ഇതൊക്കെ ബ്രീഡ്. പ്രത്യേകിച്ചും പിസ്റ്റിയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലാന്റ്. നെക്സ്റ്റ് വി വിൽ മൂവ് ഓൺ ടു മൊസ്കിറ്റോ ബോൺ ഡിസീസസ്. ഒരുപാട് മൊസ്കിറ്റോ ബോൺ ഡിസീസ് ഉണ്ട്. അതിന് ഓവറോൾ ആയിട്ടുള്ള ഞാൻ ഒന്ന് പറയാം. മലേറിയ അത് പരത്തുന്നത് അനഫിലസ് ആണ്. ഏകദേശം 5 ലക്ഷത്തോളം ആളുകൾ എല്ലാ വർഷവും മരിക്കുന്നുണ്ട്. ഡെങ്കിപ്പനി ഏഡിസ് ആണ്, അപ്രോക്സിമേറ്റ്ലി 25,000 പീപ്പിൾ. യെല്ലോ ഫീവർ അഗൈൻ ഏഡിസ് ആണ്, 30,000. വി ഡോണ്ട് ഹാവ് ഇൻ ഇന്ത്യയിൽ നമുക്കതില്ല. സിക്ക വളരെ അടുത്ത കാലത്തായിട്ട് എമേർജ് ചെയ്ത ഒരു ഡിസീസ്. പണ്ടേ ഉണ്ടെങ്കിൽ പോലും ഇപ്പോഴാണ് അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിസീസ് ആയിട്ട് മാറിയത്. അത് നമുക്ക് ഇന്ത്യയിൽ 1-2 കേസ് അല്ല 1-2 ഔട്ട് ബ്രേക്ക് ഉണ്ടായിരുന്നു, ചെറിയ തരത്തിലുള്ള, നോർത്ത് ഇന്ത്യയിൽ. ഏതായാലും സൗത്ത് കേരളത്തിലില്ല. ലിംഫാറ്റിക് ഫൈലേരിയാസിസ്, മന്ത്, ക്യൂലക്സും മാൻസോണിയ, അതുകൊണ്ട് ആരും മരിക്കില്ല, അതുകൊണ്ടാണ് മോർട്ടാലിറ്റി കാണിക്കാത്തത്. ചിക്കൻ ഗുനിയ ഏഡിസ് ആണ്, അഗൈൻ വി ഹാവ് ദർ ഇസ് നോ മോർട്ടാലിറ്റി. WHO ഇത് പ്രകാരം മരണം ഇല്ല. കേരളത്തിൽ അത് വലിയൊരു കോൺട്രവേഴ്സി ആയിരുന്നു, ചിക്കൻ ഗുനിയ കൊണ്ട് മരിക്കുമോ ഇല്ലയോ എന്നുള്ളത്. അത് വി വിൽ ഡിസ്കസ് അബൌട്ട് ദാറ്റ് ലേറ്റർ. ദെൻ ജപ്പാൻ ജ്വരം അല്ലെങ്കിൽ ജാപ്പനീസ് എൻസെഫലൈറ്റിസ്, ക്യൂലക്സ് വിഷ്ണുവായി ഗ്രൂപ്പ് ഓഫ് മൊസ്കിറ്റോസ് ആണ്.
ഏകദേശം 10,000-ഓളം ആളുകൾ മരിക്കുന്നുണ്ട്. പിന്നെയുള്ള വെസ്റ്റ് നൈൽ വൈറസ് ഉണ്ടാക്കുന്ന എൻസഫലൈറ്റിസ്, അതും ക്യൂലക്സ് ആണ്. അത് അടുത്ത കാലത്തായിട്ട് കേരളത്തിൽ എമേർജ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നിയോങ് അനഫലസ് ആണ് നമുക്ക് കേരളത്തിലില്ല. ഇങ്ങനെ ഒരുപാട് ഡിസീസ് ഉണ്ട്, പ്രധാനപ്പെട്ടത് മാത്രമേ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ഇനി നമുക്ക് കേരളത്തിലേക്ക് വരാം. മൊസ്കിറ്റോ ബോൺ ഡിസീസസ് ഇൻ കേരള. ഇവിടെ നമുക്ക് 6 ഡിസീസസ് ആണുള്ളത്. മലേറിയ, ലിംഫാറ്റിക് ഫൈലേരിയസ് 2 തരത്തിലുണ്ട്. ഒന്ന് റോജിയൻ ഫൈലേരിയാസിസ്, മറ്റേത് ഉച്ചറേറിയൻ ബാങ്ക്രോഫ്റ്റിയൻ ഫൈലേരിയാസിസ്. 2 തരത്തിലുണ്ട്. ഒന്ന് ക്യൂലക്സ് പരത്തുന്നത്, മറ്റേത് മാൻസോണിയ പരത്തുന്നത്. ഡെങ്കിപ്പനി, ചിക്കുൻ ഗുനിയ, ജാപ്പനീസ് എൻസഫലൈറ്റിസ്, ജപ്പാൻ ജ്വരം, വെസ്റ്റ് നൈൽ വൈറസ്, ഇത്രയുമാണ് നമുക്ക് കേരളത്തിൽ ഇന്ന് ഉള്ളത്. മൊസ്കിറ്റോ ബോൺ ഡിസീസസ് ഇൻ കേരള 2010 മുതൽ 2019 വരെയുള്ള ഒരു കണക്കാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് ഓരോ ഡിസീസിന്റെ കാര്യം വരുമ്പോൾ ഞാൻ പ്രത്യേകമായിട്ട് പറയും. ഇതിൽ നമുക്ക് കാണാൻ പറ്റും, ഇതിൽ ഡെങ്കി ഫീവർ ആണ് നമുക്ക് ഇപ്പോൾ അത് വളരെ കൂടിക്കൂടി വരുന്നത്. നമുക്ക് മലേറിയ എടുക്കാം. മലേറിയ എന്ന് പറഞ്ഞാൽ വളരെ വളരെ പഴയ ഒരു ഡിസീസാണ്. വൺ ഓഫ് ദ ഓൾഡസ്റ്റ് മൊസ്കിറ്റോ ബോൺ ഡിസീസസ്. ഒരു ഇൻഫെക്ഷ്യസ് ഡിസീസ് ആണെന്ന് അറിയാം. അത് ഉണ്ടാക്കുന്നത് പ്ലാസ്മോഡിയം എന്ന് പറയുന്ന പ്രൊട്ടിസ്റ്റ് ആണെന്നും എല്ലാവർക്കും അറിയാം. ആൻഡ് ദേ ആർ ട്രാൻസ്മിറ്റഡ് ബൈ അനഫിലസ് മൊസ്കിറ്റോസ്. ഇത് മൊസ്കിറ്റോസ് ആണ് മലേറിയ പരത്തുന്നത് എന്ന് കണ്ടുപിടിച്ച വലിയൊരു ഡിസ്കവറി ആയിരുന്നു. ഓഗസ്റ്റ് 20, 1897 ഇന്ത്യയിലുള്ള സെക്കന്ദരാബാദിൽ വെച്ചായിരുന്നു സർ റൊണാൾഡ് റോസ് എന്ന് പറയുന്ന ബ്രിട്ടീഷ് ഡോക്ടർ ആണ് ഇത് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത്. അതുകൊണ്ടാണ് കഴിഞ്ഞ 20-ാം തീയതി ഓഗസ്റ്റ് 20 എല്ലാ വർഷവും ലോകത്തെമ്പാടും അത് ഓഗസ്റ്റ് 20 വേൾഡ് മൊസ്കിറ്റോ ഡേ, ലോക കൊതുകു ദിനമായിട്ട് ആചരിച്ചു വരികയാണ്. അപ്പോൾ മൊസ്കിറ്റോ ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഇൻസെക്ട് അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് അനിമൽ എന്നുള്ളതിന്റെ മറ്റൊരു തെളിവാണത്. അല്ലെങ്കിൽ വേറൊരു മൃഗത്തിന് വേണ്ടി നമുക്ക് ഇങ്ങനെ ഒരു ദിവസമില്ല. അപ്പോൾ വേൾഡ് മൊസ്കിറ്റോ ഡേ ആചരിക്കാനുള്ള കാരണം അതാണ്. അന്നാണ് 1897 ആദ്യമായിട്ട് മലേറിയ പരത്തുന്നത് മൊസ്കിറ്റോ വഴിയാണ് എന്നുള്ള കണ്ടുപിടുത്തമുണ്ടായി. 1902 സർ റൊണാൾഡ് റോസിന് അതിന്റെ പേരിൽ നൊബേൽ പ്രൈസ് കിട്ടുകയും ചെയ്തു. മൊസ്കിറ്റോ റിസർച്ച് കൊണ്ട് ഒരു നൊബേൽ പ്രൈസ് കിട്ടി. മലേറിയ പാരസൈറ്റ്സ് 5 തരത്തിലുള്ള മലേറിയ പാരസൈറ്റ്സ് ആണ്. നിങ്ങൾ ചിലപ്പോൾ 4 എന്ന് മാത്രമേ കേട്ട് കാണും. പ്രത്യേകിച്ചും ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ 4 മാത്രമേ പഠിക്കൂ. പ്ലാസ്മോഡിയം വൈവാക്സ്, അതിനെ അതർവൈസ് ഇറ്റ് ഈസ് നോൺ ആസ് ബെനൈൻ ടെർഷ്യൻ. അങ്ങനെ പറയാൻ കാരണം ടെർഷ്യൻ എന്ന് പറഞ്ഞാൽ എവറി 3rd ഡേ അതിന്റെ സിംറ്റംസ് റിപ്പീറ്റ് ചെയ്യുന്നത് ഓരോ 3-ാം ദിവസവുമാണ്. ഒരു ദിവസം ഇടപെട്ടിട്ടാണ് അതിന്റെ സിംറ്റംസ് ഉണ്ടാകുന്നത്. ദാറ്റ്സ് ഇറ്റ് ഈസ് നോൺ ആസ് ടെർഷ്യൻ. ബെനൈൻ എന്ന് പറയാൻ കാരണം നോർമലി ഇറ്റ് ഡസൻ കിൽ, അത്ര കോംപ്ലിക്കേഷൻ ഉണ്ടാക്കാത്ത മലേറിയ. രണ്ടാമത്തതാണ് പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം. അതിനെ പറയുന്നത് മാലിഗ്നന്റ് ടെർഷ്യൻ എന്നാണ്. അപ്പൊ ടെർഷ്യന്റെ മീനിങ് നിങ്ങൾക്ക് അറിയാം, മാലിഗ്നൻസി എന്ന് പറയാൻ നിങ്ങൾക്ക് അറിയാം. ദാറ്റ് ഇസ് ദ മോസ്റ്റ് ഡേഞ്ചറസ് മലേറിയ പാരസൈറ്റ്. അതുകൊണ്ടാണ് മലിഗ്നന്റ് എന്ന് പറയാൻ കാരണം. ഈ സെറിബ്രൽ മലേറിയയൊക്കെ ആവുകയും ആൾക്കാർ മരിക്കുകയും ചെയ്യും. നേരത്തെ പറഞ്ഞ 5 ലക്ഷം ആളുകളിലും മിക്കവാറും ഭൂരിപക്ഷവും മരിച്ചിട്ടുണ്ടാവുക പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം കൊണ്ടാണ്. പിന്നെ പ്ലാസ്മോഡിയം മലേറിയ, അതിനെ ക്വാർട്ടൻ മലേറിയ എന്ന് പറയും. അത് 3rd ഡേ അല്ല 4th ഡേ ആണ് അതിന്റെ റെപ്പിറ്റേഷൻ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അത് വളരെ മൈൽഡ് ആയിട്ടുള്ള ഡിസീസാണ്. കാരണം 4 ദിവസം കൂടുമ്പോൾ മാത്രമേ അതിനെ, അല്ലെങ്കിൽ 3 ദിവസം കഴിഞ്ഞാൽ മാത്രമേ റെപ്പിറ്റേഷൻ നടക്കുന്നത് കൊണ്ട് അതിന്റെ നമ്പർ ഓഫ് പാരസൈറ്റ്സ് വിൽ ബി ലെസ് ഇൻ ദി ബോഡി. 4ാമത് പ്ലാസ്മോഡിയം ഒവൈൽ, ദാറ്റ് ഇസ് ആൾസോ വെരി സിമിലർ ടു വൈവാക്സ്. വൈവാക്സ് പോലെ തന്നെയാണ്, വളരെ കുറച്ച് മാത്രമേ ലോകത്തിൽ അത് ഉള്ളൂ. അത് ഇന്ത്യയിൽ ഉണ്ട്. ചില ഒറീസ, ബീഹാർ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ പ്ലാസ്മോഡിയം ഒവൈൽ ഉണ്ട്. പിന്നെ അവസാനത്തെ വളരെ അടുത്ത കാലത്ത് കണ്ടുപിടിച്ചതല്ല, അത് മനുഷ്യനെ ബാധിക്കും എന്ന് കണ്ടുപിടിച്ച പ്ലാസ്മോഡിയം സ്പീഷീസ് ആണ് പ്ലാസ്മോഡിയം നോൾസി. നോൾസ് എന്ന് പറഞ്ഞൊരു ശാസ്ത്രജ്ഞന്റെ പേരാണ്, അദ്ദേഹത്തിന്റെ പേര്. ഇത് ആദ്യമായിട്ട് ഇതിനെ ഡിസ്ക്രൈബ് ചെയ്തത് കൽക്കട്ടയിൽ വെച്ചാണ്, ഇന്ത്യയിൽ വെച്ചാണ് അത് ചെയ്തത്. പക്ഷെ ഇന്ത്യയിൽ അതില്ല, പ്ലാസ്മോഡിയം നോൾസിയിൽ. ഇത് അധികവും മലേഷ്യ, സിംഗപ്പൂർ, ഇന്തോനേഷ്യ ആ ഭാഗത്താണ് ഇതുള്ളത്. ആക്ച്വലി ഇറ്റ് വാസ് എ മങ്കി പാരസൈറ്റ്. മങ്കികളിൽ മാത്രമേ ഇത് കാണാറുണ്ടായിരുന്നുള്ളൂ. പക്ഷെ സമീപകാലത്ത് മനുഷ്യരിലും ഇത് കണ്ടു തുടങ്ങി. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത 24 hour സൈക്കിളാണ്. എന്താ പറയുക, എല്ലാ ദിവസവും സിംറ്റംസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇറ്റ് ഇസ് വെരി ഡേഞ്ചറസ്. അതിന്റെ പാരസിറ്റീമിയ, നമ്പർ ഓഫ് പാരസൈറ്റ്സ് വിൽ ഷൂട്ട് അപ്പ് വെരി ഫാസ്റ്റ്. പെട്ടെന്ന് തന്നെ അതിന്റെ നമ്പർ കൂടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് നോൾസി ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് സ്പീഷീസ് ആയിട്ട് എമേർജ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ഇപ്പോൾ. പ്ലാസ്മോഡിയം ഫാൽസിപ്പാരത്തെക്കാളും ഡേഞ്ചറസ് ആണെന്ന് പറയാം, ബിക്കോസ് ഓഫ് ഇറ്റ്സ്
that 24-hour cycle. അതിനെ പറ്റി കൂടുതൽ പറയാൻ നമുക്ക് സമയമില്ല, അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഇനി വെക്ടേഴ്സ് ആണ്, വെക്ടർ സ്പീഷീസ് ഓഫ് മലേറിയ. പ്രധാനപ്പെട്ട ചില സ്പീഷീസ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ നമ്മുടെ കേരളത്തിലുണ്ട്, എക്സെപ്റ്റ് വൺ. അനഫലസ് ക്യുഡിസിഫേഷ്യസ്, അതിന് റൂറൽ മലേറിയ വെക്ടർ എന്നാണ് പറയുന്നത്, നാട്ടിൻ പുറത്തുള്ളത്. അനഫലസ് സ്റ്റീഫൻസൈ, അതിന് അർബൻ മലേറിയ വെക്ടർ എന്ന് പറയുന്നത്. നമ്മുടെ കായംകുളത്തൊക്കെ ഉണ്ടാവും. എന്താ പറയുക, കോസ്റ്റൽ ഏരിയയിലാണ് അല്ലെങ്കിൽ നഗരപ്രദേശത്തിലാണ് ഈ മോസ്കിറ്റോ അധികം ഉണ്ടാകും. കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വെക്ടർ എന്ന് പറയുന്നത് അനഫലസ് സ്റ്റീഫൻസൈയാണ്. അനഫലസ് ഫ്ലൂവിയാറ്റിലിസ് എന്ന് പറയുന്നത് മലമ്പ്രദേശങ്ങളിൽ കാണുന്നതാണ്. പണ്ട് കാലത്ത് വയനാട്, ഇടുക്കി പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ധാരാളം ഈ മോസ്കിറ്റോസ് ഉണ്ടായിരുന്നു. പക്ഷേ മലേറിയ കൺട്രോൾ കൊണ്ട് DDT ഉപയോഗിച്ചിട്ടുള്ള മലേറിയ ഇറാഡിക്കേഷൻ വഴി അതിന്റെ ഡെൻസിറ്റി ഒക്കെ വളരെ വളരെ കുറവാണ്. അനഫലസ് മിനിമസ് കേരളത്തിൽ ഉണ്ടെങ്കിൽ പോലും ഇറ്റ്സ് നോട്ട് എ വെക്ടർ ഹിയർ. വി ഡോണ്ട് ഹാവ് സഫിഷ്യന്റ് ഡെൻസിറ്റി. ഇത് അധികവും നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലാണ്, ആസാം പോലെയുള്ള വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലാണ് കൂടുതലായിട്ടും കാണുന്നത്. അതേപോലെ തന്നെയാണ് അനഫലസ് ഡൈറസും ഇവിടെ ഉണ്ടത്. പക്ഷേ ഇവിടെ അതിന്റെ അത്രയധികം ഡെൻസിറ്റി ഒന്നും ഇവിടെ ഇല്ല, കാട്ടിലേ കാണുന്നത്. അനഫലസ് സണ്ടായിക്കസ് ആണ് കേരളത്തിൽ നിന്നല്ല, ഇന്ത്യൻ വൻകരയിലില്ല, മെയിൻ ലാൻഡിൽ ഇല്ലാത്ത മൊസ്കിറ്റോ ആണ്. ഇത് കാണുന്നത് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സിലാണ്. അതിന് ഏറ്റവും വലിയ പ്രത്യേകത, ദേ ബ്രീഡ് ഇൻ സോൾട്ട് വാട്ടർ, ഉപ്പ് വെള്ളത്തിലാണ് അത് ബ്രീഡ് ചെയ്യുന്നത്. സോ ഇറ്റ്സ് ഗോയിങ് ടു ബി എ ഡേഞ്ചറസ് സ്പീഷീസ്. കാരണം ഗ്ലോബൽ വാർമിംഗ് കൊണ്ട് ഉപ്പുവെള്ളം ഇങ്ങനെ മേലോട്ട് കരയിലേക്ക് കയറിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ദർ വിൽ ബി മോർ ആൻഡ് മോർ ഹാബിറ്റാറ്റ്സ്. അപ്പോൾ ഈ സ്പീഷീസ് ഇങ്ങനെ ചിലപ്പോൾ അത് സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ്. അനഫലസ് സപ്പിറ്റസ്, അത് പണ്ട് കാലത്തൊക്കെ അത് മലേറിയ വെക്ടർ അല്ല എന്നായിരുന്നു പറഞ്ഞത്. പക്ഷെ ഈയിടെയുള്ള സ്റ്റഡീസ് കാണിക്കുന്നത് അനഫലസ് സപ്പിറ്റസ് പലതരത്തിലുണ്ട്. 4-5 സിബ്ലിംഗ് സ്പീഷീസ് ഉണ്ട്, 5 സിബ്ലിംഗ് സ്പീഷീസ് ഉണ്ട്. അതിൽ ഒരെണ്ണം അനഫലസ് സപ്പിറ്റസ് ബി എന്ന് പറയുന്ന സിബ്ലിംഗ് സ്പീഷീസ്, ദാറ്റ്സ് എ വെരി ഗുഡ് വെക്ടർ ഓഫ് മലേറിയ. അത് ഗോവയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സമീപകാലത്ത് ഞങ്ങളുടെ സ്റ്റഡീസിന്റെ സ്റ്റുഡന്റ് ഷംന അതിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഞങ്ങളും ഇവിടെ കേരളത്തിൽ അത് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ സ്റ്റഡീസ് ഇപ്പോൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ലൈഫ് സൈക്കിളൊന്നും ഞാൻ അങ്ങനെ പറയുന്നില്ല, ഒരുപാട് സമയം പിടിക്കും. നിങ്ങൾക്കറിയാം, 2 ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യണം എങ്കിൽ മോസ്കിറ്റോസ് വേണം, മനുഷ്യൻ വേണം. അതിലാണ് അതിന്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, മലേറിയ ഇൻ കേരള. കേരളത്തിലുള്ള മലേറിയയുടെ കേസിന്റെ ട്രെൻഡ് ഒന്ന് നോക്കൂ. 2010 മുതൽ 2019 വരെ നോക്കുകയാണെങ്കിൽ മലേറിയ കേസ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. മോസ്റ്റ് ഓഫ് ദീസ് കേസസ് ആർ ഇമ്പോർട്ടഡ് കേസസ് ആണ്. എന്ന് പറയാം, പുറത്തുനിന്നുള്ള ആളുകൾ കൊണ്ടുവന്ന ഡിസീസാണ്. ഒന്നുകിൽ പിന്നെ പുറം നാട്ടുകാർ, അല്ലെങ്കിൽ നമ്മൾ തന്നെ മലയാളികൾ തന്നെ മറ്റുള്ള നാടുകളിൽ പോയി അവിടെ നിന്ന് ഇൻഫെക്ഷൻ കിട്ടി തിരിച്ചു വന്നവരാണ്. എങ്കിൽ പോലും ദർ ആർ സം ഔട്ട് ബ്രേക്സ്, അവിടെ ഇവിടെ ചെറിയ ചെറിയ ഔട്ട് ബ്രേക്സ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ WHO ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് 2030 ലോകത്തിനെ മലേറിയ ഫ്രീ ആക്കണമെന്നാണ്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ അതിന്റെ ഒരു നല്ല ട്രെൻഡ് കാണുന്നുണ്ട്, താഴോട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അടുത്തതാണ് ലിംഫാറ്റിക് ഫൈലേരിയാസിസ്. ഇതൊരു പാരസിറ്റിക് ആൻഡ് ഇൻഫെക്ഷ്യസ് ട്രോപ്പിക്കൽ ഡിസീസ് ആണ്. ദാറ്റ് ഈസ് കോസ്ഡ് ബൈ ത്രെഡ്-ലൈഫ് ഫൈലേരിയൽ നിമറ്റോഡ്സ് വിച്ച് കംസ് അണ്ടർ സൂപ്പർ ഫാമിലി ഫൈലേറിയോയിഡിയ. നിമറ്റോഡ്സ് ആണ്. 9 തരം നിമറ്റോഡ്സ് ഉണ്ട്. എല്ലാം ലിംഫാറ്റിക് ഫൈലേരിയസ് ഉണ്ടാക്കില്ല. നമ്മുടെ കേരളത്തിൽ there are 2 nematodes which cause filariasis. ഏതൊക്കെയാണത്? lymphatic filariasis is caused by the worms Wuchereria bancrofti, Brugia malei and Brugia timori. ഇതിൽ 2 എണ്ണമാണ് കേരളത്തിലുള്ളത്. Wuchereria bancroftiയും Brugia malei, 2 തരത്തിലുള്ള മന്താണ് കേരളത്തിലുള്ളത്. ഇതും എന്താ പറയേണ്ടത്, ഇതിന്റെ ഇറാഡിക്കേഷന്റെ അടുത്ത് എത്തിക്കൊണ്ടേയിരിക്കുകയാണ് നമ്മൾ. അപ്പോൾ ആക്റ്റീവ് ട്രാൻസ്മിഷൻ ഒക്കെ വളരെ വളരെ കുറവാണ്. നിങ്ങൾക്ക് പിന്നെ മാസ് ഡ്രഗ് തെറാപ്പി ഒക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ വിഴുങ്ങിയിട്ടുണ്ടാവും. അതൊക്കെ ഉപയോഗിച്ചിട്ട് ഇപ്പൊ ഏകദേശം ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ഇറാഡിക്കേറ്റഡ്. അതുകൊണ്ട് ഇതിന്റെ പ്രത്യേകത, ഇത് ക്രോണിക് ഡിസീസ് ആണ്. അപ്പൊ ഒരു കൊല്ലം എത്ര ഡിസീസ് ഉണ്ട് എന്നതിന്റെ കണക്കൊന്നും നമ്മുടെ കയ്യിൽ ഇല്ല. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഗെറ്റ് ദാറ്റ് കൈൻഡ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഇതിന്റെ ഇതൊരു ഓർണം എന്താ പറയേണ്ടത്, ഒരുതരം സൗന്ദര്യാത്മകമായ ഒരു ഡിസീസാണ്, സൗന്ദര്യവുമായി ബന്ധപ്പെട്ട ഡിസീസാണ് അല്ലെ. പുറത്തിറങ്ങാനൊന്നും പറ്റില്ല. ഇതുപോലുള്ള പിന്നെ കാലത്ത് വെച്ചിട്ട് നമുക്ക് പുറത്തിറങ്ങാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ എല്ലാവർക്കും ഇത്ര വലിയ തടിയൊന്നും ഉണ്ടാവില്ല. ചില ആളുകൾക്ക് ഇത്ര നല്ല വലിയ എലഫന്റിയാസിസ് എന്ന് പറയാം, ആനക്കാലുള്ളവർ എന്ന് പറയും. അപ്പൊ ഇതാണ് എന്റെ ഏറ്റവും വലിയ പ്രശ്നം. പ്രത്യേകിച്ചും ഒരു പോവർട്ടി ഉള്ള ആൾക്കാരുടെ ഡിസീസ് എന്ന സാറിന് പറയാത്. കാരണം അവർ അത്തരത്തിലുള്ള വീടുകളിലാണ് അവർ താമസിക്കുന്നത്. അവിടെ മൊസ്കിറ്റോ ബൈറ്റ്സ് കൂടുതലായിരിക്കും. അതൊക്കെ കൊണ്ടായിരിക്കും സ്ലം ഏരിയയിലാണ് കൂടുതലായിട്ടും ഫൈലേരിയാസിസ് കാണുന്നത്.
ഇത് പിന്നെ കാലിനെ മാത്രമല്ല സ്ക്രോട്ടത്തിനെ ബാധിക്കും, നമ്മുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളെയും ഇത് ബാധിക്കും. ഇപ്പം ലോകത്തിൽ മൊത്തത്തിൽ 120 മില്യൺ ആളുകൾ കറന്റ്ലി ഇൻഫെക്റ്റഡ് ആണ്. ഒരിക്കലും വന്ന് മന്തായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇത് മാറ്റാൻ പറ്റില്ല. അങ്ങനെ പ്രശ്നങ്ങൾ ഇങ്ങനെ മരിക്കുന്നവരെ അവരെ ശരീരത്തിൽ ആ മന്ത് ഉണ്ടാവും. ഇന്ത്യൻ സിനാറി എന്ന് പറയുന്നത് ഇന്ത്യയിൽ ടോട്ടൽ കണക്ക് പറയുന്നത് 21 മില്യൺ വിത്ത് സിംറ്റമാറ്റിക് ഫൈലേരിയ, 27 മില്യൺ MF കാരിയേഴ്സ്. ഇത് കുറച്ച് മുമ്പത്തെ കണക്കാണ്, അത് കുറഞ്ഞു വരുന്നുണ്ട്. 22 സ്റ്റേറ്റുകളിൽ ഉണ്ട്. കേരളവും ഒട്ടും പിന്നിലില്ല, നമ്മളും വളരെ മുമ്പ് തന്നെയാണ്. ഓക്കെ, ഇനി അടുത്തത് ചിക്കുൻ ഗുനിയ. ചിക്കുൻ ഗുനിയ നമുക്ക് വളരെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഡിസീസാണ്. ഇറ്റ്സ് എ വൈറൽ ഡിസീസ് സ്പ്രെഡ് ബൈ ഏഡിസ് മൊസ്കിറ്റോസ് ആണ്. ഏഡിസ് അൽബോപിറ്റസും ഏഡിസ് ഈജിപ്റ്റൈൻ രണ്ടും പരത്തുന്ന ഡിസീസാണ് ചിക്കൻ ഗുനിയ. അതിന്റെ ഒരു ആൽഫ വൈറസ് ആണ്. ആ വൈറസിന് ചിക്ക് വി എന്നാണ് ഇതിനെ സാധാരണ ആ വൈറസിന് പറയുന്നത്. അപ്പോൾ ഈ വാക്ക് വന്നത് ഒരു ആഫ്രിക്കൻ വാക്കിൽ നിന്നാണ് ഇത് വന്നത്. ദാറ്റ് വിച്ച് ബെൻസ് അപ്പ് എന്നാണ് അതിന്റെ അർത്ഥം. നമ്മളെ വളച്ചെടുക്കുന്ന സാധനം. അതായത് അത്രയും പെയിൻ ഉണ്ടാകും നമ്മുടെ ശരീരത്തിൽ, പ്രത്യേകിച്ചും നമ്മുടെ കാൽപാദങ്ങളിലൊക്കെ ഭയങ്കര പെയിൻ ആയിരിക്കും വന്നു കഴിഞ്ഞാൽ. അപ്പം നേരെ നടക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അങ്ങനെ മക്കോണ്ടെ എന്ന് പറയുന്ന ഒരു ആഫ്രിക്കൻ ലാംഗ്വേജ് ആണ്. അതുകൊണ്ട് അതിനെ അങ്ങനെ ചിക്കുൻ ഗുനിയ എന്നതിനെ പേര് വന്നത്. അപ്പൊ ഇതിന്റെ ഒറിജിൻ എന്ന് പറയുന്നത് ഡിസീസ് വാസ് ഫസ്റ്റ് ഡിസ്ക്രൈബ്ഡ് ബൈ മരിയോൺ റോബിൻസൺ ആൻഡ് W.H. Lumsden in 1955 following an outbreak on the Makonde Plateau along the border between Tanganyika and Mozambique. അപ്പം ആഫ്രിക്കയിലുള്ള 2 രാജ്യങ്ങളാണ്, അതിന്റെ ആ ഒരു ബോർഡറിലാണ് ആദ്യമായിട്ട് ഇത് കണ്ടുപിടിച്ചത്. ആൻഡ് ദ വൈറസ് വാസ് ഫസ്റ്റ് ഐസൊലേറ്റഡ് ഇൻ ടാൻസാനിയ. ഇതിന്റെ സിംറ്റംസ് എന്ന് പറയുന്നത് പനി തന്നെ, പനി, ഹെഡേക്ക്, തളർച്ച, പെയിൻ ഉണ്ടാവും. മസിൽ പെയിൻ ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പ്രത്യേകിച്ച് ജോയിന്റ് പെയിൻസ് ഉണ്ട്, പ്രത്യേകിച്ചും കാലിലാണ്, ഫുട്ടിലാണ് ഉണ്ടാവും. ആ ഭാഗത്താണ് കൂടുതലായിട്ടും പെയിൻ ഉണ്ടാവും. ചില ആൾക്കാർക്ക് ഇത് റിക്കവർ ചെയ്താൽ പോലും തന്നെ 1 വർഷമൊക്കെ ഇതിന്റെ വേദന ലാസ്റ്റ് ചെയ്യും. അതുകൊണ്ട് ആൾക്കാർ മരിക്കില്ലെങ്കിൽ പോലും വല്ലാത്തൊരു ഡിസീസാണ്. ചിക്കൻ ഗുനിയ കേരളത്തിലെ അപ്സ് ആൻഡ് ഡൗൺസ് കാണാൻ ഒരു പ്രത്യേക ഒരു ട്രെൻഡ് ഒന്നും ഇതിൽ കാണുന്നില്ല. ഇപ്പൊ 2010 കുറവാണ്. പിന്നെ ഇതിന്റെ മുമ്പ് 2010 മുമ്പായിരുന്നു കൂടുതൽ കേസുള്ളത്. ഇപ്പൊ അത് അപ്സ് ആൻഡ് ഡൗൺസ് ആണ്. ചില കൊല്ലം കുറയും, ചില കൊല്ലം കൂടും. ഇതിന് അത്ര ശ്രദ്ധിക്കാതിരിക്കാൻ കാരണം ഇത് ഇറ്റ് ഡസൻ കോസ് എനി മോർട്ടാലിറ്റി. അതുകൊണ്ട് നമ്മൾ അത്ര മൈൻഡ് ചെയ്യാത്ത, അതുകൊണ്ട് ഇതൊന്നും ആയിരിക്കില്ല നമ്പർ, ഇതിൽ കൂടുതൽ ഉണ്ടാവും. അപ്പൊ നമ്മുടെ DHS തന്ന ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസ് തന്ന ഒരു കണക്കാണ് ഞാൻ നിങ്ങളെ കാണിച്ചത്. ഇത് കൃത്യമായിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ജപ്പാൻ ജ്വരം അല്ലെങ്കിൽ ജാപ്പനീസ് എൻസെഫലൈറ്റിസ്, അതും വൈറൽ ഡിസീസാണ്. ജപ്പാനിലാണ് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത്. അതുകൊണ്ട് ജാപ്പനീസ് എൻസെഫലൈറ്റിസ് പേര് പറയാൻ കാരണം ഫ്ലാബി വൈറിഡേ എന്ന വിഭാഗത്തിൽപ്പെട്ട വൈറസ് ആണ് വരുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത, ഇത് മനുഷ്യനിൽ നിന്ന് മനുഷ്യനിലേക്ക് ഈ ഡിസീസ് ട്രാൻസ്മിറ്റ് ചെയ്യില്ല. അതിനിടയ്ക്ക് ഒരാൾ വേണം. ദർ ഷുഡ് ബി സം റിസർവോയർ. അതുപോലെ അതിനെ മാഗ്നിഫൈ ചെയ്യണം, നമ്പർ ഓഫ് വൈറസസ് അതിന്റെ മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി ഇടയ്ക്കൊരു ആംപ്ലിഫൈങ് ഹോസ്റ്റ് എന്ന് പറയും. ഒരു ആംപ്ലിഫൈങ് ഹോസ്റ്റ് വേണം. അത് പ്രധാനപ്പെട്ട ആംപ്ലിഫൈങ് ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ പന്നികളാണ്. അതിന് പുറമെ ബേർഡ്സും ചിലതരം പക്ഷികൾ, കൊക്ക് വർഗത്തിൽപ്പെട്ട പക്ഷികളും അതിന്റെ റിസർവോയറാണ്. അപ്പോൾ മനുഷ്യനിൽ നിന്ന് നേരിട്ട് പരക്കുന്നില്ല. ആദ്യം പിഗിനെയോ അല്ലെങ്കിൽ ബേർഡ്സിനെയോ കടിച്ച മൊസ്കിറ്റോ വേറൊരു മനുഷ്യനെ കടിക്കുമ്പോഴാണ് അവർക്ക് ആ ഡിസീസ് കിട്ടുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും സിംറ്റംസ് ഉണ്ടാവില്ല. ഒരു സിംറ്റം ഉള്ള 500 പേർക്ക് സിംറ്റം ഇല്ലെങ്കിൽ ഒരാൾക്ക് മാത്രമേ സിംറ്റം കാണിക്കൂ. എന്ന് പറഞ്ഞാൽ 1:500 ആണ് അതിന്റെ അപ്രോക്സിമേറ്റ് റേഷ്യോ. അതുകൊണ്ട് തന്നെ ഒരു സ്ഥലത്ത് നിങ്ങൾ സാധാരണ ഒരുപാട് കേസൊന്നും കാണില്ല, വലിയ ഒന്നും ഉണ്ടാവില്ല. ഒരു കേസൊക്കെ ഉണ്ടാവും ഒരു വീട്ടിൽ. പക്ഷെ ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് ദർ ഇസ് ഓൺലി വൺ കേസ് ഇൻ ദാറ്റ് ഏരിയ. ഒരുപാട് കേസ് ഉണ്ടാവും, പക്ഷെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള കേസസ് ആയിരിക്കും ഉണ്ടാകുന്നത് മാത്രം. ചിലപ്പം അതിന്റെ സീറം പരിശോധിച്ചാൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും. ഇപ്പോ ഇന്ത്യയിലെ JE viral activity has been widespread in India. The first evidence of presence of JE virus dates back to 1952, and the first case was reported in 1955. Outbreaks have been reported from different parts of the country. During recent past, 1998 to 2004, 15 states and union territories have reported JE incidents. Annual incidents range between 2000-നും 5000-നും ഇടക്കായിരുന്നു ഇത് ഉള്ളത്. ഇപ്പോൾ ഏകദേശം ഇതേ കണക്ക് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ജാപ്പനീസ് എൻസെഫലൈറ്റിസ് ഇൻ കേരള പ്രധാനമായിട്ടും കുട്ടനാടൻ ഭാഗത്താണ് JE ഉള്ളത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇതൊരു
കേരളത്തിന്റെ നെല്ലറയാണ് കുട്ടനാട്. ധാരാളം വയലേലകളുള്ള സ്ഥലമാണ്. അപ്പോൾ ദർ ഇസ് എ വെരി ഗുഡ് ബ്രീഡിംഗ് ഹാബിറ്ററ്റ് ഫോർ മൊസ്കിറ്റോസ് വിച്ച് ട്രാൻസ്മിറ്റ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ക്യൂലസ് ട്രൈറ്റിനിയോറിങ്കസ്, ക്യൂലസ് വിഷ്ണുവായ് എന്നൊക്കെ പറയുന്ന ക്യൂലസ് വിഷ്ണുവായ് കുടുംബത്തിൽപ്പെട്ട കൊതുകുകളാണ് ഇത് പരത്തുന്നത്. 1996 ആദ്യമായിട്ട് കുട്ടനാടിലാണ് ഇത് ഉണ്ടായത്. അതിനുശേഷം ഇപ്പം പ്രധാനപ്പെട്ട എൻഡമിക് ഏരിയാസ് എന്ന് പറയുന്നത് ആലപ്പുഴ, കോട്ടയം, ട്രിവാൻഡ്രം ആൻഡ് തൃശ്ശൂർ. ഫസ്റ്റ് ഇൻഡിജിനസ് കേസ് ഇൻ നോർത്ത് കേരള വാസ് റിപ്പോർട്ടഡ് ഇൻ 2011 നിയർ ചോറോഡ് ഇൻ വടകര, ദറ്റ് ഈസ് വെരി ക്ലോസ് ടു മൈ കോളേജ്, വടപ്പള്ളി ഗവൺമെന്റ് കോളേജിന്റെ അടുത്തുള്ള. ഞങ്ങൾ ഒരുപാട് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയ ഒരു കേസാണത്. ക്യൂലസ് ട്രൈറ്റിനിയോറിങ്കസിനാണ് ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയത്. സിംറ്റംസ് ഇത് 5 to 15 days ആണ് ഇതിന്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്കൊരു വൈറൽ ഇൻഫെക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ 5 to 15 days കഴിഞ്ഞാൽ മാത്രമേ ദ സിംറ്റംസ് വിൽ ബി ഷോൺ. ഫീവർ, ഹെഡേക്ക് ആൻഡ് മെലൈസ് are other non-specific symptoms of this disease, which may last for a period of between 1 and 6 days. Acute encephalitic stage ആണ് അടുത്തത്. അതിൽ ആ സമയത്ത് നെക്ക് റിജിഡിറ്റി, നമുക്ക് കഴുത്ത് തിരിക്കാനും മറിക്കാനും പറ്റില്ല. കാറ്റക്സിയ എന്ന് പറഞ്ഞാൽ ലോസ് ഓഫ് വെയിറ്റ്, മസിൽ അട്രോഫി, ഫറ്റീഗ്, വീക്ക്നെസ് ആൻഡ് സിഗ്നിഫിക്കന്റ് ലോസ് ഓഫ് അപ്പറ്റൈറ്റ്, രുചി ഉണ്ടാവില്ല. ഹെമി പാരസിസ് എന്ന് പറഞ്ഞാൽ വീക്ക്നെസ് ഓൺ വൺ സൈഡ് ഓഫ് ദ ബോഡി. കൺവൾഷൻസ്, അപസ്മാരം ഉണ്ടാവും. ആൻഡ് റേസ്ഡ് ബോഡി ടെമ്പറേച്ചർ ബിറ്റ്വീൻ 38 and 41 degree Celsius. എന്നിട്ടും അത് സിവിയർ കേസ് ആണെങ്കിൽ, അത് നമ്മൾ ആ സമയത്ത് ശരിക്കുള്ള ട്രീറ്റ്മെന്റ് കൊടുത്തില്ലെങ്കിൽ ദ പേഷ്യന്റ് വിൽ എൻഡർ കോമ. ചില ആൾക്കാർ മരിക്കുകയും ചെയ്യും. കോമയിൽ വന്ന ശേഷം മരണം ഉണ്ടാവും. മോർട്ടാലിറ്റി ഓഫ് ദിസ് ഡിസീസ് വേരീസ് ബട്ട് ഈസ് ജനറലി മച്ച് ബിഗർ ഇൻ ഹയർ ഇൻ ചിൽഡ്രൻ. ചെറിയ കുട്ടികളിലാണ് കൂടുതലായിട്ട് മരണം കണ്ടുവരുന്നത്. അപ്പൊ ഇതിന്റെ പലതരത്തിലുള്ള മെത്തേഡ്സ് ഉണ്ട്. ആന്റിബോഡി ടെസ്റ്റ് ഉണ്ട്, ആന്റിജൻ ടെസ്റ്റ് ഉണ്ട്, അങ്ങനെ പലതരത്തിലുള്ള ടെസ്റ്റ് ഉണ്ട്. ട്രീറ്റ്മെന്റ് ഒരു വൈറസ് ഡിസീസിന് നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഇല്ല. നിങ്ങൾക്ക് അറിയാം, COVID-19 നമുക്ക് ട്രീറ്റ്മെന്റ് ഇല്ല. അത് ഇതിന് പ്രത്യേകമായിട്ടുള്ള ട്രീറ്റ്മെന്റ് ഒന്നുമില്ല. പക്ഷെ സിംറ്റമാറ്റിക് ട്രീറ്റ്മെന്റ് ഉണ്ട്. എന്താണോ അസുഖമുള്ളത്, എന്താണോ സിംറ്റംസ് ഉള്ളത്, അതിനനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ പനിയാണെങ്കിൽ പാരസെറ്റമോൾ കൊടുക്കുക, അത്തരത്തിലുള്ള ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കുക. ഫ്ലൂയിഡ് പോയിട്ടുണ്ടെങ്കിൽ ഫ്ലൂയിഡ് കൊടുക്കുക. അങ്ങനെ തന്നെയുള്ള സിംറ്റമാറ്റിക് ട്രീറ്റ്മെന്റ് മാത്രമേ ഉള്ളൂ. പക്ഷെ ലക്കിലി we have a vaccine ഉണ്ട്. ഇതാണ് നേരത്തെ പറഞ്ഞ ക്യൂലസ് ട്രൈറ്റിനിയോറിങ്കസ് എന്ന് പറയുന്ന മോസ്കിറ്റോ. മറ്റേതാണ് ചിത്രം കണ്ടാൽ നമുക്ക് മനസ്സിലാവില്ല, മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കിയാലേ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, ഇനിയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു ഡെങ്കിയാണ് നമ്മൾ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. കാരണം ദിസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഡിസീസ് ഇൻ കേരള അറ്റ് പ്രസന്റ്. എല്ലാവർക്കും അറിയുന്നത് പോലെ ഡെങ്കി ഈസ് എ മൊസ്കിറ്റോ ബോൺ വൈറൽ ഇൻഫെക്ഷൻ. വൈറസ് കൊണ്ടാണ് ഉണ്ടാകുന്നത്. ദ വൈറസ് റെസ്പോൺസിബിൾ ഫോർ കോസിംഗ് ഡെങ്കി ഈസ് കോൾഡ് ഡെൻവി അല്ലെങ്കിൽ ഡെങ്കി വൈറസ്. 4 തരത്തിലുള്ള സീറോ ടൈപ്സ് ഉണ്ട്. വൈൽ മെനി ഡെൻവി ഇൻഫെക്ഷൻസ് പ്രൊഡ്യൂസ് ഡെൻ 1, ഡെൻ 2, ഡെൻ 3, ഡെൻ 4 അങ്ങനെയാണ് പറയുക. അങ്ങനെയാണ് അതിന്റെ പേര് പറയുന്നത്. 4 തരത്തിലുള്ള സീറോ ടൈപ്സ് ആണ് ഉള്ളത്. എവറി ഇയർ ദർ ആർ about 100 to 400 million infections each year. അത്രയധികം ഇൻഫെക്ഷൻസ് ഇവിടെ നടക്കുന്നുണ്ട്. എങ്ങനെയാണ് പേര് വന്നത്, ഡെങ്കിപ്പനി എന്നുള്ള പേര് വന്നത്? അത് ഫോർ ദ സ്റ്റുഡൻസ് ഇറ്റ് വിൽ ബി ഇൻട്രസ്റ്റിംഗ്. അതുകൊണ്ടാണ് നേരത്തെ കണക്കുകളൊന്നും പറയാതെ ഞാൻ നേരെ ഈ സ്ലൈഡിലേക്ക് വന്നത്. അക്കോർഡിംഗ് ടു ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് ഡിക്ഷണറി, ദ സ്വാഹിലി ഫ്രേസ്, സ്വാഹിലി അഗൈൻ ആഫ്രിക്കൻ ലാംഗ്വേജ്, കാ ഡിങ്ക പെപ്പോ എന്ന് പറഞ്ഞാൽ സഡൻ ക്രാംപ് ലൈക്ക് സീസർ originating from an evil spirit or plague. പണ്ട് കാലത്ത് ഡെങ്കി ഉണ്ടായിരുന്നു, പക്ഷെ അത് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നും ആഫ്രിക്കക്കാർ അറിയത്തില്ലായിരുന്നു. അവരെ വിചാരം എന്തെങ്കിലും ഭൂതപ്രേത പിശാചുക്കളുടെ എന്താ പറയേണ്ടത്, പ്രേതം കൂടുന്നത് കൊണ്ടും ഒക്കെ ആയിരിക്കാം ഈ ഡിസീസ് വരുന്നു എന്നായിരുന്നു വിചാരിച്ചത്. പെട്ടെന്നാണ് ഈ ഡിസീസ് വരുന്നത്. അങ്ങനെയാണ് കാ ഡിങ്ക പെപ്പോ എന്ന് ആ ഡിസീസിന് അവർ പേര് കൊടുത്തത്. അതിങ്ങനെ ചുരുങ്ങി അത് ഡെങ്കി എന്ന് ആയി മാറിയെന്ന് മാത്രം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒറിജിൻ ഓഫ് ദാറ്റ് നെയിം. അതിന്റെ ഹിസ്റ്ററി പറയുകയാണെങ്കിൽ ആദ്യമായിട്ട് ഡെങ്കി ഇൻഫെക്ഷൻ റിപ്പോർട്ട് ചെയ്യുന്നത് 1779 ഫ്രം കൈറോ ആൻഡ് ജാവ. Then 1780 detailed infection of dengue outbreak in Philadelphia was studied. That was studied by Benjamin Rush. അപ്പൊ ഇന്ന് അമേരിക്കയുടെ ചില ഭാഗങ്ങളിൽ മാത്രമേ ഡെങ്കിപ്പനി, പ്രത്യേകിച്ചും സദേൺ എൻഡിൽ ട്രോപ്പിക്കൽ ഏരിയാസ് ഉണ്ട്,
ഫ്ലോറിഡ കീ എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളിൽ അവിടെ മാത്രമേ ഇപ്പോൾ അവിടെ ഉള്ളൂ. എന്നാൽ 1780 വളരെ വലിയൊരു ഔട്ട് ബ്രേക്ക് അവിടെ ഉണ്ടായിരുന്നു. 1907 ഇത് മൊസ്കിറ്റോസ് ആണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എന്ന് കണ്ടുപിടിച്ചത്. ആഷ്ബേൺ ആൻഡ് ക്രെയ്ഗ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞന്മാരാണ് ഇത് കണ്ടുപിടിച്ചത്. 1943 ഫസ്റ്റ്, അതുവരെ ഏത് വൈറസ് ആണെന്നും അറിയില്ല. 1943 ഫസ്റ്റ് ഐസൊലേഷൻ ഓഫ് ഡെങ്കി വൈറസ് ഇൻ ജപ്പാൻ. ജപ്പാനിലാണ് ആദ്യമായിട്ട് ഇത് വൈറസിനെ ഐസൊലേറ്റ് ചെയ്തത്. നൗ ഡെങ്കി ഇൻ കേരള, അതാണല്ലോ നമ്മുടെ ടോപ്പിക്. കേരളത്തില് വളരെ മുമ്പേ ഉണ്ടായിരുന്നു എന്നാ പറയുന്നത്, പക്ഷെ നമുക്ക് ശരിക്കും അറിയില്ലായിരുന്നു. 1973 കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒരു സീറോ സർവേ നടന്നിരുന്നു. നമ്മുടെ ഹ്യൂമൻ സീറയുടെ സർവേ നടത്തിയിരുന്നു. അപ്പൊ അതിൽ നിന്നും ആന്റിബോഡീസ് കണ്ടിരുന്നു, ഡെങ്കിപ്പനിയുടെ ആന്റിബോഡീസ് കണ്ടെത്തിയിരുന്നു. എന്ന് പറഞ്ഞാൽ there were some dengue cases in കേരള. അത് ഒരുവിധം എല്ലാ ജില്ലകളിലും അത് ഉണ്ടായിരുന്നു. അത് എന്തുകൊണ്ടായിരിക്കും അത് തിരിച്ചറിയാതെ പോയത് എന്ന് പറ്റി ഞാൻ അത് പിന്നെ പറയാം, എന്തുകൊണ്ടാണ് അന്ന് ഡിറ്റക്ട് ചെയ്യാതായി പോയത്. 1997 ആദ്യത്തെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഔട്ട് ബ്രേക്ക് നടന്നത്. അത് നിങ്ങളുടെ നാട്ടിനടുത്താണ്, കോട്ടയത്താണ്. കോട്ടയം ഡിസ്ട്രിക്റ്റിൽ 14 കേസും 4 ഡെത്തും നടന്നിരുന്നു. It doesn't mean that was the first dengue case in കോട്ടയം. കോട്ടയത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആദ്യത്തെ ഔട്ട് ബ്രേക്ക് ആയിരുന്നു. അതിന്റെ മുമ്പത്തെ വർഷം മിക്കവാറും ഉണ്ടായിട്ട് കാണും. അത് കാരണം എന്താണെന്ന് വെച്ചാൽ, ഡെങ്കി ഡെത്ത് നടക്കണമെങ്കിൽ ഡെങ്കി ഹെമറാജിക് ഫീവർ എന്ന് പറയുന്ന ഡെങ്കയുടെ രണ്ടാമത്തെ ഡേഞ്ചറസ് ഫോം ആവണം. അതാവണമെങ്കിൽ ആദ്യം ഏതെങ്കിലും സാധാരണ ഒരു സ്ട്രെയിൻ കൊണ്ട്, ഡെങ്കി നേരത്തെ പറയുന്ന 4 സ്ട്രെയിൻ ഉണ്ട്, ഏതെങ്കിലും ഒരു സ്ട്രെയിൻ കൊണ്ടുള്ള ഡിസീസ് ഉണ്ടാവണം, അത് ഡെങ്കി ഉണ്ടാവണം. അത് മൈൽഡായിട്ട് അങ്ങ് പോകും, വലിയ കുഴപ്പം കോംപ്ലിക്കേഷൻ ഉണ്ടാവില്ല. എന്നാൽ ആ വ്യക്തിക്ക് തന്നെ വീണ്ടും മറ്റൊരു സീറോ ടൈപ്പ് കൊണ്ട് ഇൻഫെക്ഷൻ നടക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബിക്കം ഹെമറാജിക് ഫീവർ. എന്ന് പറഞ്ഞാൽ ഒറ്റ ആദ്യത്തെ ഔട്ട് ബ്രേക്ക് കൊണ്ട് ഒരിക്കലും ഹെമറാജിക് ഫീവർ ഉണ്ടാവില്ല. ദാറ്റ് മീൻസ് there were ഡെങ്കി കേസസ് ഈവൻ ബിഫോർ ദാറ്റ്. 98 മുമ്പ് എപ്പോഴാണെന്ന് നമുക്കറിയില്ല, ഉണ്ടായിരുന്നു. 2001 അത് വടക്കൻ ജില്ലകളിലേക്ക് വന്നു. ആദ്യത്തെ കേസ് 2001 കണ്ണൂർ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തു. സോ ഐ വാസ് ആൾസോ പാർട്ട് ഓഫ് ദാറ്റ് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ദാറ്റ് കേസ്. എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. എൻഡമോളജിസ്റ്റ് ആയിട്ട് ഞാനായിരുന്നു കൂടെ പോയത്. 2007 ഡെങ്കി ഔട്ട് ബ്രേക്ക് ഇൻ കോഴിക്കോട് ഡിസ്ട്രിക്ട്. ഇപ്പൊ പിന്നെ എല്ലാ ജില്ലകളിലും നമുക്ക് ഡെങ്കിപ്പനിയുണ്ട്, കേരളം മുഴുവൻ. ഇതാണ് 1997 മുതൽ 2019 വരെയുള്ള കേരളത്തിലെ ഡെങ്കിയുടെ കണക്ക്. ഇതൊരു ഗ്രാഫ് നോക്കിയാൽ കുറച്ചുകൂടി നമുക്ക് ഈസി ആയിരിക്കും മനസ്സിലാക്കാൻ. ഇതാണ്. ഇപ്പോൾ 1998 കുറവാണ്ടല്ലേ, വളരെ കുറച്ച് കേസ് കാണുന്നുള്ളൂ. പിന്നെ പൊങ്ങി 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 വരുന്നു. 2017 വലിയൊരു പിന്നെ ഡെങ്കി ഔട്ട് ബ്രേക്ക് ഉണ്ടായിരുന്നു. ഇപ്രാവശ്യവും അത്യാവശ്യം കേസുകളുണ്ട്, പക്ഷെ അന്നത്തെ പോലെ ഇല്ല. കേസ് ഇപ്പോൾ പിന്നെയും കുറഞ്ഞു. ഇതിങ്ങനെ കൂടിയും കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഡെങ്കി സൈക്കിൾ അറിയാമെങ്കിൽ ഏഡിസ് അൽബോപിറ്റസ് അല്ലെങ്കിൽ ഏഡിസ് ഈജിപ്റ്റായി ഇവയാണ് പരത്തുന്നത്. അപ്പോൾ ഡെങ്കിയുള്ള ഒരാളുടെ രക്തം ഈ കൊതുക് കടിക്കുന്ന സമയത്ത് വൈറസുകൾ ഉള്ളിലെത്തുകയും they will multiply in the mosquito. Mosquitoes മൾട്ടിപ്ലൈന് ശേഷം അത് വേറൊരാളെ കടിക്കുമ്പോഴാണ് ഡെങ്കിപ്പനി വരുന്നത്. സിംറ്റംസ് നേരത്തെ പറഞ്ഞു, കൊതുക് കടി കൊണ്ട് ഉടനെ പനി ഉണ്ടാവില്ല. 4 to 10 days കഴിഞ്ഞാൽ മാത്രമേ സിംറ്റംസ് കാണിക്കൂ. അതാണ് ഇൻക്യുബേഷൻ പീരീഡ്. WHO ക്ലാസിഫൈസ് ഡെങ്കി into 2 major categories. രണ്ടല്ല, ശരിക്കും 3 ഉണ്ട്. പ്രധാനപ്പെട്ടത് ഒന്ന് സാധാരണ ഡെങ്കിയും പിന്നെ സിവിയർ ഡെങ്കി. അത് 2 തരം, ഡെങ്കി ആൻഡ് സിവിയർ ഡെങ്കി. ഡെങ്കി ഫീവർ പിന്നെയാണ് സാധാരണ ഡെങ്കി എന്ന് പറയുന്നത്. പിന്നെ അത് അടുത്ത ഫോമാണ് ഡെങ്കി ഹെമറാജിക് ഫീവർ, വിച്ച് ഇസ് വെരി ഡേഞ്ചറസ്. അതിൽ ഹെമറാജിക് ഉണ്ടാവും, രക്തസ്രാവം ഉണ്ടാവും, രക്തസ്രാവത്തോട് കൂടിയ ഡെങ്കി. അത് വീണ്ടും കോംപ്ലിക്കേഷൻ ആകുമ്പോഴാണ് അവസാനത്തെ ഡിസീസ് വരുന്നത്. അവസാനത്തെ ഡിസീസ് അല്ല, ദാറ്റ്സ് ദ തേർഡ് ഫോം ഓഫ് ഡെങ്കി, ദാറ്റ് ഇസ് ഡെങ്കി ഷോക്ക് സിൻഡ്രോം. അപ്പോഴേക്കും നമ്മുടെ ബ്ലഡ് പ്രഷർ തീരെ കുറഞ്ഞു പോയിട്ടുണ്ടാകും. കാരണം രക്തച്ചോർച്ച ഉണ്ടാകുന്നു, രക്തത്തിലെ ബ്ലഡ് വെസൽസിൽ നിന്ന് ഒരുപാട് രക്തം പോകുന്നു. ഇപ്പൊ ടോട്ടൽ ബ്ലഡ് കുറവാകും നമ്മുടെ ബോഡിയിൽ. ഇപ്പോൾ ബ്ലഡ് പ്രഷർ തീരെ കുറഞ്ഞു പോകും. അപ്പൊ അങ്ങനെയാണ് ഷോക്ക് സിൻഡ്രോം ഉണ്ടാകുന്നത്. ഷോക്ക് സിൻഡ്രോം എന്ന് പറയുന്നത് there will be no pulse, നമുക്ക് പൾസ് ഒന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. അതാണ് ഷോക്ക് സിൻഡ്രോം എന്ന് പറയുന്നത്. ഓക്കെ, ആദ്യത്തെ ഫോം ഞാൻ പറഞ്ഞ മൈൽഡ് ഡെങ്കി. Dengue should be suspected when a high fever is accompanied by
അറ്റ്ലീസ്റ്റ് 2 ഓഫ് ദ ഫോളോയിങ് സിംറ്റംസ്. ഒന്ന് പനി വേണം. പനി എല്ലാതരം ഇൻഫെക്ഷൻസിന്റെയും സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് പനിയാണ്. അത് ഏത് ഡിസീസ് ആയാലും. കാരണം ദാറ്റ് ഇസ് എ റെസ്പോൺസ് ഓഫ് ദ ബോഡി. നമ്മുടെ ശരീരം പ്രതികരിക്കുകയാണ്, അല്ലാതെ അതൊരു ഡിസീസ് അല്ല. എല്ലാവർക്കും അറിയാലോ, പനി എന്ന് പറയുന്ന അതൊരു ഡിസീസ് അല്ല, അതൊരു നമ്മുടെ ബോഡിയുടെ ഒരു ഇമ്മ്യൂണോളജിക്കൽ റെസ്പോൺസ് ആണ്. അപ്പം പനി വേണം. അതിന്റെ കൂടെ തന്നെ നമുക്ക് സിവിയർ ഹെഡേക്ക്, പെയിൻ ബിഹൈൻഡ് ദ ഐസ്. ബിഹൈൻഡ് ഐസ് എന്ന് പറഞ്ഞാൽ തലയുടെ പിന്നിലല്ല, കണ്ണ് നമ്മൾ ഉരുട്ടി നോക്കിയാൽ കുറച്ച് പെയിൻ ഒക്കെ തോന്നും. മസിൽ ആൻഡ് ജോയിന്റ് പെയിൻസ്, നോസിയ ആൻഡ് വൊമിറ്റിംഗ്, സ്വളൻ ഗ്ലാൻസ്, റാഷ്, ചിലപ്പോൾ ശരീരത്തിൽ പലതരത്തിലുള്ള പാടുകൾ ഉണ്ടാവും. എല്ലാവർക്കും എല്ലാ ലക്ഷണങ്ങളും വേണമെന്നില്ല. അറ്റ്ലീസ്റ്റ് പനിയുടെ കൂടെ ഈ 2 ലക്ഷണങ്ങളോട് ഉണ്ടെങ്കിൽ യു ഷുഡ് സസ്പെക്ട് ദാറ്റ് ദ പേഴ്സൺ ഈസ് ഹാവിങ് ഡെങ്കി. പിന്നെ നമുക്ക് അടുത്ത ടെസ്റ്റിന് പോകണം. ഇതാണ് ഞാൻ പറഞ്ഞത്. ചില ആളുകൾക്ക് രക്തസ്രാവം ഉണ്ടാകും. ഇത് ഈവൻ സിമ്പിൾ ഡെങ്കി തന്നെ, തൊലിയുടെ അടിയിൽ ചെറിയ തരത്തിലുള്ള രക്തസ്രാവം ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കറുത്ത നിറമൊക്കെ ആയിട്ട് മാറി. സിവിയർ ഡെങ്കി, a patient enters what is called the critical phase normally about 3 to 7 days after illness onset. ചില ആൾക്കാർക്ക് അപ്പോഴേക്ക് രോഗം മാറും, അടുത്ത സ്റ്റേജിലേക്ക് അത് പോയില്ല. എന്നാൽ ചിലർക്ക് അങ്ങനെയല്ല, അത് കോംപ്ലിക്കേഷൻ തുടങ്ങും. It's at this time when the fever is dropping in the patient that warning signs associated with severe dengue can manifest. ആ സമയത്ത് പനി കുറഞ്ഞിട്ടുണ്ടാകും. നമ്മൾ വിചാരിക്കും പനി പോയി എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല, പനി പോയിട്ടില്ല. അതിന്റെ മറ്റുള്ള തരത്തിലുള്ള സെക്കൻഡറി ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്യും. സിവിയർ ഡെങ്കി ഈസ് പൊട്ടൻഷ്യലി ഫേറ്റൽ കോംപ്ലിക്കേഷൻ ഡ്യൂ ടു പ്ലാസ്മ ലീക്കിംഗ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഫ്ലൂയിഡ് അക്യുമുലേഷൻ, റെസ്പിറേറ്ററി ഡിസ്ട്രസ്, കാരണം ശ്വാസകോശത്തിലൊക്കെ വെള്ളം നിറയും. സിവിയർ ബ്ലീഡിങ്, ഓർഗൻ ഇമ്പയർമെന്റ്, ചില അവയവങ്ങളൊക്കെ പ്രവർത്തിക്കാതാകും. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഡെങ്കി ഹെമറാജിക് ഫീവറിന്റെ പ്രത്യേകത. ഡെങ്കി ഹെമറാജിക് ഫീവർ കൊണ്ടാണ് ആളുകൾ മരിക്കുന്നത്. ഇതിന് പുറമെ സിവിയർ അബ്ഡോമിനൽ പെയിൻ ഉണ്ടാവും, പെർസിസ്റ്റന്റ് വൊമിറ്റിംഗ് ഉണ്ടാവാം, റാപ്പിഡ് ബ്രീതിങ് ഉണ്ടാവും, ബ്ലീഡിങ്, ചിലപ്പോൾ മോണകളിൽ നിന്ന് രക്തസ്രാവം ഉണ്ടാവാം, ക്ഷീണമുണ്ടാവും, ചില ആൾക്കാർക്ക് രക്തം ഛർദ്ദിക്കും. ഇഫ് പേഷ്യൻസ് മാനിഫെസ്റ്റ് ദീസ് സിംറ്റംസ് ഡ്യൂറിംഗ് ദ ക്രിട്ടിക്കൽ ഫേസ്, close observation for the next 24 to 48 hours is essential so that proper medical care can be provided. ഇങ്ങനെ ലക്ഷണങ്ങൾ കണ്ടാൽ വീട്ടിലിരുത്തരുത്, നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അഡ്മിറ്റ് ചെയ്യണം, so that they can take care of the patient. ഓക്കെ, ഇത് അടുത്തത് പിന്നെ നേരത്തെ പറഞ്ഞ ഡെങ്കി ഷോക്ക് സിൻഡ്രോം, ഹെമറാജിക് ഫീവർ പിന്നെയും കണ്ടിന്യൂ ചെയ്താലാണ് ഷോക്ക് സിൻഡ്രോം ഉണ്ടാകുന്നത്. നേരത്തെ പറഞ്ഞ DHF കാണുന്ന എല്ലാ സിംറ്റംസ് തന്നെയും തുടക്കത്തിൽ ഉണ്ടാവുക. അതിനുശേഷം ദർ വിൽ ബി റാപ്പിഡ് ആൻഡ് വീക്ക് പൾസ്. പൾസ് വളരെ വീക്കായിരിക്കും, വളരെ ഫാസ്റ്റും ആയിരിക്കും. നേറോ പൾസ് പ്രഷർ. പൾസ് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താ? സിസ്റ്റോളിക്കിന്റെയും ഡയസ്റ്റോളിക്കിന്റെയും തമ്മിലുള്ള ഡിഫറൻസ്, അതാണ് പൾസ് പ്രഷർ. അത് ദാറ്റ് വിൽ ബി ലെസ് ദാൻ 20 mmHg ആയിരിക്കും. ഓർ ദർ ക്യാൻ ബി ഹൈപ്പോടെൻഷൻ ഉണ്ടാവാം. ഇങ്ങനെ ചില ത്വക്ക് നല്ല തണുപ്പായിരിക്കും, തൊട്ട് നോക്കിയാൽ നല്ല, എസ്പെഷ്യലി എക്സ്ട്രിമിറ്റീസ്, കാലിലും ഒക്കെ തൊട്ട് നോക്കിയാൽ നല്ല തണുപ്പുണ്ടാവും. കാരണം ബ്ലഡ് ഫ്ലോ ഇല്ല, നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ശരീരത്തിന്റെ ഊഷ്മാവ് കുറയുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഷോക്ക് സിൻഡ്രോമിൽ എത്തിക്കഴിഞ്ഞു എന്ന് പറയാം. റിക്കവറി ഈസ് വെരി ഡിഫിക്കൽട്ട് ആഫ്റ്റർ ദാറ്റ്. ഷോക്കിൽ എത്താൻ പാടില്ല, അതിന് മുമ്പ് തന്നെ പേഷ്യന്റിനെ ചികിത്സിക്കണം. അത് രക്തസ്രാവം ഉണ്ടെങ്കിൽ രക്തം കൊടുക്കണം, പ്ലേറ്റ്ലെറ്റ്സ് കൊടുക്കണം, അല്ലെങ്കിൽ ഫ്ലൂയിഡ് കൊടുക്കണം. അങ്ങനെ ചെയ്ത് രോഗിയെ രക്ഷിക്കണം. ഡെങ്കി വൈറസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സിംഗിൾ പോസിറ്റീവ് സ്ട്രാൻഡഡ് RNA വൈറസ് ഓഫ് ദി ഫാമിലി ഫ്ലാവിവൈറിഡേ. ഇറ്റ് കംസ് അണ്ടർ ജീനസ് ഫ്ലാവി വൈറസ്. നമ്മുടെ കോവിഡ് വൈറസ് പോലെ തന്നെ ഇതും സിംഗിൾ സ്ട്രാൻഡഡ് ആണ്, പോസിറ്റീവ് സ്ട്രാൻഡഡ് ആണ്, RNA ആണ്, സിംഗിൾ സ്ട്രാൻഡഡ് ആണ്. ഇതേപോലെ തന്നെയാണ് നമ്മുടെ കൊറോണ വൈറസ്. എന്നാൽ ഇത് കൊറോണ വൈറസ് അല്ല, ഇറ്റ്സ് എ ഡിഫറെന്റ് ഗ്രൂപ്പ്. ഫ്ലാവിവൈറിഡേ എന്ന് പറയുന്ന ഗ്രൂപ്പാണ്. ദർ ആർ 5 serotypes ചില ആൾക്കാർ പറയും, പക്ഷെ WHO says there are only 4 serotypes. 4 serotypes ആണ് നമ്മളിപ്പം പഠിക്കേണ്ട ആവശ്യമുള്ളൂ, 1 മുതൽ 4 വരെ. അത് DEN 1, 2, 3, 4 എന്നാണ് പറയുന്നത്. 5ാമത്തത് ഇന്ത്യയിൽ നിന്നാണ് കണ്ടുപിടിച്ചത്. ഇപ്പോഴും അതിന്റെ കംപ്ലീറ്റ് ഒരു എന്താ പറയേണ്ടത്, എല്ലാവരും അത് സർവ്വസമ്മതമായിട്ടില്ല. അത് അതുകൊണ്ട് ഇപ്പം ഏതായാലും അത് നമ്മുടെ ഡെങ്കി ഇൻഫെക്ഷനുമായിട്ട്, ഡെങ്കി ഔട്ട് ബ്രേക്സുമായിട്ട് ബന്ധമില്ല. ഡെങ്കി ഔട്ട് ബ്രേക്സിന്റെ സമയത്തൊന്നും ഈ 5ാമത്തെ വൈറസിനെ ഐസൊലേറ്റ് ചെയ്തിട്ടില്ല. ഇറ്റ് ക്യാൻ ബി ഫൗണ്ട് സംടൈംസ് ഇൻ അനിമൽസിലാണ് ചിലപ്പോൾ അത് കാണാറുള്ളത്.
ഈ 4 തരത്തിന് വരെ അത് 4 സീറോ ടൈപ്സ് ആണ് ഈ പറഞ്ഞത്. അതിന് പുറമെ 47 സ്ട്രെയിൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ഡിഫറൻസ് ഉണ്ടാവും. അതിനെ സീറോ ടൈപ്പ് എന്ന് പറയാൻ പറ്റില്ല, ചെറിയ ചെറിയ ജനറ്റിക് ആയിട്ടുള്ള ഡിഫറൻസ്. അങ്ങനെ 47 സ്ട്രെയിൻസ് ഉണ്ട്. ഇതെങ്ങനെയാണ് നല്ല ഭംഗിയുണ്ടാകും കാണാൻ. കൊറോണ വൈറസിനെ പോലെയുള്ള സ്പൈക്സ് ഇല്ല എന്ന് മാത്രം, ബാക്കിയൊക്കെ ഏകദേശം ഒരുപോലെ തന്നെയാണ്. RNA ഉണ്ടാകുന്നിടത്ത് അതിന് ചുറ്റും ഒരു പ്രോട്ടീന്റെ കവർ ഉണ്ടാവും. ഏറ്റവും പുറത്ത് ദർ വിൽ ബി ആൻ എൻവലപ്പ്, ലിപ്പിഡ് കൊണ്ടുണ്ടാക്കിയ ലിപ്പോ പ്രോട്ടീൻ കൊണ്ടുള്ളൊരു എൻവലപ്പ് ഉണ്ടാവും. അതേപോലെ തന്നെ ഇതേപോലെ തന്നെയാണ് കോവിഡ് വൈറസും. അതിന്റെ പ്രത്യേകത അതിന്റെ സർഫസിൽ ദർ ആർ സം പ്രൊജക്ഷൻസ് ഉണ്ടാവും. അതുകൊണ്ടാണ് അതിന് കൊറോണ വൈറസ് എന്ന് പറയുന്നത്. ഇത് സ്മൂത്ത് ആയിട്ടുള്ളതാണ്, അത്ര പ്രൊജക്ഷൻസ് ഇല്ല. കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വെക്ടേഴ്സ് നേരത്തെ ഞാൻ പറഞ്ഞു, ഏഡിസ് ഈജിപ്തി ആൻഡ് ഏഡിസ് അൽബോപിറ്റസ്. ഇതിന് പുറമെ ഏഡിസ് വിറ്റാറ്റസ് എന്ന് പറഞ്ഞൊരു മൊസ്കിറ്റോ ഉണ്ട്. ദാറ്റ് ഈസ് ആൾസോ സസ്പെക്ടഡ് ടു ബി എ വെക്ടർ. അത്യാവശ്യം ചില സ്ഥലങ്ങളിൽ നിന്നൊക്കെ അതിന് വൈറസിനെ ഐസൊലേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ സ്റ്റിൽ വി ഡോണ്ട് നോ വാട്ട് ഈസ് ദെയർ ആക്ച്വൽ റോൾ ഇൻ ട്രാൻസ്മിഷൻ. അപ്പൊ അതിന്റെ ചിത്രങ്ങൾ ഒന്നുകൂടി ഞാൻ കൊടുത്തിട്ടുണ്ട്. ഏഡിസ് ഈജിപ്തായി കണ്ടോളൂ. അതിന്റെ അരിവാൾ ഷേപ്പിലുള്ള അടയാളങ്ങളാണുള്ളത്. എന്നാൽ അൽബോപിറ്റസിന് നല്ല വെളുത്ത സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈനാണ് ഉണ്ടാവുക. എന്നാൽ വിറ്റേറ്റസ് വളരെ എളുപ്പമാണ് കണ്ടുപിടിക്കാൻ. 6 ചെറിയ വൈറ്റ് ഡോട്ട്സ് കാണാൻ, ഈ രണ്ട് പാരലൽ ആയിട്ടുള്ള 3 ഡോട്ട്സ് ഉണ്ട് രണ്ട് ഭാഗത്തും. സോ ഇറ്റ്സ് വെരി ഈസി ടു ഐഡന്റിഫൈ സ്പീഷീസ് ഓഫ് ഏഡിസ്. എന്നാൽ അനഫിലസ് ഇൻക്യുലക്സ് ഒന്നും അത്ര എളുപ്പമല്ല. ഏഡിസിനെ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഏഡിസ് ഈജിപ്റ്റ് എന്നുകൂടി വലുതാക്കി നല്ല ഭംഗിയുള്ള മൊസ്കിറ്റോ ഏഡിസ് അൽബോപിറ്റസ്. ഇതാണ് ഏഡിസ് വിറ്റാറ്റസ്. എല്ലാ സ്പീഷീസിന്റെയും കാലിൽ ഒരുപാട് വെള്ള നിറങ്ങളുണ്ടാവും, വെള്ള പുള്ളികളുണ്ടാവും. ഒരു പുള്ളിക്കാരൻ കൊതുകാണ് ഈ ഏഡിസ് കൊതുക്. ഓർണമെന്റേഷൻ ഉള്ള കൊതുകാണ്. ലൈഫ് സൈക്കിൾ നേരത്തെ മൊസ്കിറ്റോ പറഞ്ഞു. ബ്രീഡിംഗ് ഹാബിറ്റ് നേരത്തെ പറഞ്ഞു. എല്ലാ പലതരത്തിലുള്ള കണ്ടെയ്നേഴ്സ് ആണ് ഇതിന്റെ. അതൊന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു മാത്രം. അപ്പോൾ ഇതൊക്കെ വെരി കെയർഫുൾ. ഇതൊക്കെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് ഓഫീസേഴ്സും വരേണ്ട ആവശ്യമില്ല. നമ്മൾ തന്നെ വിചാരിച്ച് ഇതിനൊക്കെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ വീടിന് ചുറ്റും പതുക്കെ ഒന്ന് പരിശോധിച്ച് നോക്കുക. വെള്ളം കെട്ടി കളയാം, മറച്ചു വെക്കുക, കത്തിച്ച് കളയാം, കുഴിച്ചിടാം. അങ്ങനെ എന്ത് വേണമെങ്കിലും നമ്മൾ ചെയ്യാം. നമ്മുടെ ബുദ്ധി അനുസരിച്ച് എന്ന് മാത്രമേ. അത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഡെങ്കി ഫീവർ. പക്ഷെ നിർഭാഗ്യവശാൽ അത് നടക്കുന്നില്ല. ഇപ്പോഴും കേസ് ഇങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കുകയാണ്. ചിരട്ട, ഇളനീരിന്റെ ചിരട്ട, അതിലൊക്കെ അത് മുട്ടയിടും. പലതരത്തിലുള്ള ബോട്ടിൽസ്, പ്ലാസ്റ്റിക് ബോട്ടിൽസ്, ഇതാണ് നമ്മളെ ചട്ടി. പലപ്പോഴും നമ്മൾ വീടിന്റെ സെറ്റ് ഔട്ടിലൊക്കെ നമ്മൾ ചെടി വെക്കും. അപ്പോൾ സെറ്റ് ഔട്ട് നനയാതിരിക്കാൻ വേണ്ടി നമ്മൾ അടിയിലൊരു പാത്രം വെക്കും. അപ്പൊ അതിൽ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടാവും. ദർ വിൽ ബി ബ്രീഡിങ്. വെള്ളം കെട്ടിക്കിടക്കും. അത് പലപ്പോഴും നമ്മൾ കാണില്ല. മൊസ്കിറ്റോസ് നമ്മളെ കടിക്കുന്നുണ്ടാവും. മൊസ്കിറ്റോസ് എവിടെ നിന്ന് വരുന്നു നമുക്ക് അറിയില്ലായിരിക്കും. അപ്പൊ അതൊക്കെ ഒന്ന് കയറി നോക്കുക. വീടിന്റെ മേലെ കയറാൻ പറ്റിയില്ലെങ്കിൽ ആരൊക്കെ ഉണ്ടെങ്കിലും കയറ്റി നോക്കുക. ലോട്ട് ഓഫ് മൊസ്കിറ്റോസ് വിൽ ബി ദെയർ. ഇതുപോലെയുള്ള ഫ്ലാറ്റ് ആയിട്ടുള്ള ടെറസ്, അവിടെ വെള്ളം കെട്ടിക്കിടക്കും. അതുകൊണ്ടാണ് ഇപ്പൊ പലപ്പോഴും ഈ മഴ ധാരാളമുള്ള സ്ഥലങ്ങളിൽ ഇതുപോലെയുള്ള ടെറസ് പാടില്ല എന്നാണ്. സ്ലാൻഡിങ് ആയിട്ടുള്ള ടെറസ് ആയിരിക്കണം. ഈവൻ കൊക്കോയാണിത്. ഇപ്പോ അണ്ണാനും അതുപോലെയുള്ള റോഡൻസ് ഒക്കെ കരണ്ട് തിന്നും. എന്നാൽ അത് മരത്തിന്റെ മുകളിൽ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ടാവും. അപ്പൊ അതിൽ വെള്ളം കെട്ടിക്കിടന്ന് അതിൽ നിന്നും ഏഡിസ് അൽബോപിറ്റസിനെ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. ദാറ്റ്സ് എ പേപ്പർ. കൈതച്ചക്ക, പ്രത്യേകിച്ചും നിങ്ങളുടെ ആ ഭാഗത്ത് കോട്ടയം ജില്ലയിലൊക്കെ ധാരാളമുള്ള കൃഷിയാണ്. എറണാകുളം, കോട്ടയം ജില്ലകളിൽ. അപ്പൊ ഇതിന്റെ ആക്സിൽസിൽ, ലീഫിന്റെ ആക്സിൽസിൽ മഴക്കാലത്ത് വെള്ളം കെട്ടിക്കിടക്കും. അവിടെ ബ്രീഡിംഗ് ഉണ്ടാവും ഏഡിസ് മൊസ്കിറ്റോസ്. പാള, കവുങ്ങിൻ പാള. അപ്പോൾ കവുങ്ങിൻ തോട്ടങ്ങൾ ദക്ഷിണ ജില്ലകളിൽ കുറവാണ്. വടക്കൻ ജില്ലകളിൽ, മലപ്പുറം മുതൽ വടക്കോട്ട് കിട്ടിയിട്ടുണ്ട്. എസ്പെഷ്യലി ഏഡിസ് അൽബോപിറ്റസ്. ഈജിപ്റ്റ് ഇതുവരെ കിട്ടിയിട്ടില്ല. റബ്ബർ തോട്ടങ്ങൾ പ്രത്യേകിച്ച് മഴക്കാലത്ത് നമ്മൾ ടാപ്പിംഗ് നിർത്തും.
എന്നാൽ ചിരട്ട എടുത്ത് മാറ്റാൻ നമ്മൾ മറന്നുപോകും. ആ സമയത്ത് അവിടെ എൻ്റെ ഒരു സ്റ്റഡി ഏരിയ റബ്ബർ തോട്ടത്തിലെ മൊസ്കിറ്റോസ്. അപ്പൊ അതില് പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മള് അതിലുള്ള പാല് എടുത്ത് മാറ്റിയാൽ പോലും കുറച്ചൊക്കെ പാൽ അതിൽ ബാക്കിയുണ്ട്. അപ്പൊ അതിലാണ് വെള്ളം വന്ന് നിറയുന്നത്. അപ്പോൾ ദാറ്റ് വിൽ ബിക്കം എ മീഡിയം, ഒരു മീഡിയമായിട്ട് മാറും. കാരണം റബ്ബർ ലാക്ടസിൽ ധാരാളം ഗ്ലൂക്കോസ് ഉണ്ട്. അപ്പൊ അവിടെയാണ് വെള്ളം വന്ന് നിൽക്കുന്നത്. കൊണ്ട് തന്നെ ബാക്ടീരിയൽ ഗ്രോത്ത് ഉണ്ടാവും, ഒരുപാട് ബാക്ടീരിയ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അവിടെ ബ്രീഡ് ചെയ്യുന്ന മൊസ്കിറ്റോസ് ലാർവ എല്ലാം സർവൈവ് ചെയ്യും. കുറേ ലാർവ അങ്ങനെയുള്ള ഭക്ഷണം ഉണ്ട്. അതുകൊണ്ട് തന്നെ ലാർവയെ കാണാം. അതിന്റെ ഒരു ക്ലോസപ്പ് അങ്ങനെ കാണിച്ചതാണ്. ചില സ്ഥലത്ത് നിങ്ങൾക്ക് കാണാം റബ്ബറിന്റെ ഇല വന്ന് ഇങ്ങനെ അഴുകിയിട്ടുണ്ടാവും. അവിടെ ധാരാളം ലാർവ. PCR മെത്തേഡ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വളരെ പരിചിതമായത് കൊണ്ടാണ് നേരിട്ട് ഞാൻ RT-PCR എന്ന് പറയാൻ കാരണം. കാരണം നമുക്ക് കോവിഡ് ടെസ്റ്റ് ചെയ്യാൻ PCR ടെസ്റ്റ് ആണ് നമുക്കുള്ളത്. അതേപോലെ തന്നെ നമുക്ക് ഡെങ്കി ചെക്ക് ചെയ്യാനും PCR ടെസ്റ്റ് ഉണ്ട്. അത് സാധാരണ ആന്റിബോഡീസ് ആണ് ചെക്ക് ചെയ്യുന്നത്. IgM, IgG രണ്ടു തരത്തിലുള്ള ആന്റിബോഡീസ് ആണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അത് IgM ആണെങ്കിൽ ഉടനെ തന്നെ പിന്നെ IgM-ന്റെ അളവാണ് കൂടുതലെങ്കിൽ അതിന്റെ അർത്ഥം റീസെന്റ് ആയിട്ടായിരുന്നു ഇൻഫെക്ഷൻ. എന്നാൽ IgG-യുടെ അളവാണ് കൂടുതൽ, അതിന്റെ അർത്ഥം കുറെ മുമ്പുള്ള ഇൻഫെക്ഷന്റെ ആന്റിബോഡീസ് സർക്കുലേഷൻ നടക്കുന്നുണ്ടാവും. അതിന്റെ അർത്ഥം ആ ആൾക്ക് തൊട്ടടുത്ത സമയത്തൊന്നും ആയിരിക്കില്ല ഇത് വന്നത്. ചിലപ്പോൾ ഒരു വർഷമൊക്കെ 1-2 വർഷമൊക്കെ ഇങ്ങനെ 2-3 വർഷമൊക്കെ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യും. അപ്പൊ ആദ്യം നേരത്തെ പറഞ്ഞത് 1923 ചിലപ്പോൾ റിപ്പോർട്ടിട്ടാണ്. കാരണം അതിലുള്ള സീറോ ടൈപ്പ് മാത്രമേ ചിലപ്പോൾ ഉണ്ടായിരിക്കുകയുള്ളൂ, ഏതെങ്കിലും ഒരു സീറോ ടൈപ്പ് മാത്രം. വീണ്ടും രണ്ടാമത്തെ ഒരു സീറോ ടൈപ്പ് ആ സ്ഥലത്ത് തന്നെ മാത്രമേ ഡെങ്കി ഹെമറാജിക് ഫീവർ ഉണ്ടാവുകയുള്ളൂ, മാത്രമേ രോഗത്തെപ്പറ്റി ശ്രദ്ധിക്കുകയുള്ളൂ. അതാണ് നമ്മുടെ ഹ്യൂമൻ സൈക്കോളജി. അതുകൊണ്ടായിരുന്നു ഇതൊക്കെ നമ്മുടെ എന്താ പറയേണ്ടത്, നമ്മുടെ ഒരു അനുമാനങ്ങളാണ്. അത് പൂർണ്ണമായി ശരിയായിക്കൊള്ളുന്ന നിർബന്ധമില്ല. ഇതേപോലെ നമുക്ക് ആന്റിജൻ ടെസ്റ്റ് ഉണ്ട്. ഇപ്പം കോവിഡ് ടെസ്റ്റ് നമ്മൾ നടത്തുന്ന പോലെ തന്നെ ഡെങ്കിപ്പനിക്കും ആന്റിജൻ ടെസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ചെയ്യാവുന്ന ഇതുപോലുള്ള കിറ്റ് കിട്ടും. ഇതില് NS1 എന്ന് പറയുന്ന ആന്റിജൻ ആണ് ഇതിൽ ടെസ്റ്റ് ചെയ്യുന്നത്, ആന്റിബോഡി അല്ല. ഇങ്ങനെയും ചെയ്യും. അപ്പൊ ഇത് ആരോഗ്യവകുപ്പ് പറയുന്നത് അവർ കൺഫേം ചെയ്യണമെങ്കിൽ IgM-ഓ IgM ചെയ്യണം എന്നാണ് പറയുന്നത്. PCR ടെസ്റ്റ് ചെയ്യണം എന്നാണ്. NS1 ആന്റിജൻ ടെസ്റ്റ് ആണെങ്കിൽ അവർ കൺഫേം ചെയ്യില്ല, സസ്പെക്റ്റഡ് എന്നേ പറയുകയുള്ളൂ. സ്പെസിഫിക് ട്രീറ്റ്മെന്റ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ എന്താണ്, സിംറ്റമാറ്റിക് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കുന്നത്. അപ്പൊ അത് ശ്രദ്ധിക്കേണ്ട കാര്യം NSAIDs എന്ന് പറഞ്ഞാൽ നോൺ സ്റ്റിറോയിഡ് ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് കൊടുക്കാൻ പാടില്ല. ഏറ്റവും വലിയ ഉദാഹരണമാണ് ബ്രൂഫൻ. നമ്മളെ വളരെ ഫേമസ് ആയിട്ടുള്ള ഏത് മെഡിക്കൽ ഷോപ്പിൽ പോലും കിട്ടുന്ന ആ ചുവപ്പ് നിറമുള്ള ഗുളിക. നമ്മൾ സാധാരണ എന്തെങ്കിലും വേദന ഉണ്ടെങ്കിൽ ഉടനെ അത് വാങ്ങിക്കഴിക്കും. അത് കഴിക്കാൻ പാടില്ല. കാരണം അത് കഴിച്ചു കഴിഞ്ഞാൽ ബ്ലീഡിങ് ടെൻഡൻസി കൂടും. അതുകൊണ്ട് ആൾക്കാർ ചിലപ്പം ഗുളിക കഴിച്ചിട്ട് തന്നെ മരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. പാരസെറ്റമോൾ ഒക്കെ കഴിക്കാം. പിന്നെ ഫോർ സിവിയർ ഡെങ്കി മെഡിക്കൽ കെയർ ബൈ ഫിസിഷ്യൻസ് ആൻഡ് നഴ്സസ് എക്സ്പീരിയൻസ്ഡ് വിത്ത് ദി ഇഫക്ട്സ് ആൻഡ് ഹോസ്പിറ്റലിൽ പോയിട്ട് തന്നെ ചികിത്സിക്കണം. മെയിൻ്റനൻസ് ഓഫ് പേഷ്യൻസ് ബോഡി ഫ്ലൂയിഡ് വോളിയം ഇസ് ക്രിട്ടിക്കൽ ടു സിവിയർ ഡെങ്കി. രക്തസ്രാവം ഉള്ളത് കൊണ്ട് തന്നെ രക്തത്തിന്റെ ആ അളവും ബോഡി ഫ്ലൂയിഡിന്റെ അളവും എപ്പോഴും ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോകണം. BP കുറയാൻ പാടില്ല. പേഷ്യൻസ് വിത്ത് ഡെങ്കി ഷുഡ് സീക്ക് മെഡിക്കൽ അഡ്വൈസ് അപ്പോൺ ദി അപ്പിയറൻസ് ഓഫ് വാർണിംഗ് സൈൻസ്. ചെറിയ പനിയൊക്കെയാണ് നമുക്ക് വീട്ടിലിരിക്കാം, പാരസെറ്റമോൾ ഗുളിയൊക്കെ നമ്മളെ സഹായിക്കാം. പക്ഷെ സിവിയറിറ്റി വരുമെന്ന് തോന്നിയ ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ പോയി വി ഷുഡ് ഗെറ്റ് അഡ്മിറ്റഡ്. വാക്സിനേഷൻ വ്യാപകമായിട്ട് ലഭ്യമല്ല ഇപ്പോൾ. ഒരു വാക്സിൻ ഉണ്ട് താനും. അപ്പൊ ആദ്യത്തെ വാക്സിന്റെ പേര് ഡെങ്വാക്സിയ എന്നാണ് വാക്സിന്റെ പേര്. അത് ഇന്ത്യയിലൊന്നും അത് ഉപയോഗിക്കുന്നില്ല. അത് വ്യാപകമായിട്ട് ലോകത്തിൽ എല്ലാ സ്ഥലത്തും ഉപയോഗിക്കുന്നില്ല. കാരണം അതിനെപ്പറ്റി ഇപ്പോഴും ചില സംശയങ്ങളുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾ WHO സൈറ്റൊക്കെ നോക്കിയാൽ കാണാം. അതിന്റെ സൈഡ് ഇഫക്റ്റിനെ പറ്റിയൊന്നും പൂർണ്ണമായിട്ട് നമുക്ക് അറിയില്ല എന്നുള്ള രീതിയിലാണ് അങ്ങനെ ഒരു വാർണിംഗ് കൊടുത്തിട്ടുണ്ട് WHO. അതുകൊണ്ടൊക്കെ ആയിരിക്കും ഏതായാലും നമ്മളത് ഇവിടെ ഇന്ത്യയിൽ അത് ഉപയോഗിക്കുന്നില്ല.
പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ, അതുകൊണ്ട് നമുക്ക് മരുന്നില്ല, വാക്സിൻ ഇല്ല. പിന്നെ വി ഹാവ് ഓൺലി വൺ ഓപ്ഷൻ, നമുക്ക് ഒറ്റൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. എന്താണിത്? മൊസ്കിറ്റോ കൺട്രോൾ, പ്രിവെൻഷൻ ഓഫ് മൊസ്കിറ്റോ ബ്രീഡിംഗ്. പേഴ്സണൽ പ്രൊട്ടക്ഷൻ ഫ്രം മൊസ്കിറ്റോ ബൈറ്റ്സ്, പ്രത്യേകിച്ചും പകൽ സമയത്താണ് ഈ കൊതുക് കടിക്കുന്നത്. അത് നമുക്ക് വേണമെങ്കിൽ മൊസ്കിറ്റോ ക്രീം ഉപയോഗിക്കാം. ചെറിയ കുട്ടികളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവരെ മൊസ്കിറ്റോ നെറ്റിന്റെ അടിയിൽ കിടത്തി ഉറക്കാം, തീരെ ചെറിയ കുട്ടികളാണെങ്കിൽ. അങ്ങനെ മൊസ്കിറ്റോ കോണ്ടാക്ട് ഇല്ലാതാക്കാനുള്ള ശ്രമം. പിന്നെ കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റ്, അവയർനെസ് ഉണ്ടാവുക, എവിടെയാണ് മൊസ്കിറ്റോ ബ്രീഡ് ചെയ്യുന്നത്, എങ്ങനെ അതിനെ കൺട്രോൾ ചെയ്യാം, ഇത്തരം കാര്യങ്ങളൊക്കെ ഉള്ള അവയർനെസ് പ്രോഗ്രാംസ് എല്ലാ ആൾക്കാർക്കും കൊടുക്കണം. ദെൻ റിയാക്റ്റീവ് വെക്ടർ കൺട്രോൾ എന്ന് പറയും. ഒരു സ്ഥലത്തൊരു ഔട്ട് ബ്രേക്ക് ഉണ്ടെങ്കിൽ ആ സ്ഥലത്ത് പെട്ടെന്ന് പോയിട്ട് ഇൻസെക്ടിസൈഡ് സ്പ്രേ ചെയ്യുക, ഫോഗിങ് ചെയ്യുക, അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുക. അതേപോലെ തന്നെ അത്തരം സ്ഥലങ്ങളിൽ ഇപ്പൊ നമ്മൾ കോവിഡിനൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ഒരു വ്യാപകമായിട്ട് അവരുടെ വൈറസ് സർവൈലൻസ് നടത്തുക, അവരുടെ ആന്റിജനോ ആന്റിബോഡിയോ ഒക്കെ പരിശോധിക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഇതിന്റെ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ അവസാനത്തെ ഭാഗത്തെത്തി. അതാണ് മൊസ്കിറ്റോ കണക്ക്. കുറച്ച് മാത്രമേ ഞാൻ പറയുന്നത്, ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോകും. അതിനുശേഷം യു വിൽ ഗെറ്റ് സം 10 minutes ഫോർ ആസ്കിങ് ക്വസ്റ്റ്യൻസ്. ഇപ്പം 4:15 4:30 വരെയാണ് നമ്മുടെ പരിപാടി നമ്മൾ ആസൂത്രണം ചെയ്തത്. കുറച്ച് ലേറ്റ് ആയിരുന്നു എങ്കിൽ ഒരു മൊസ്കിറ്റോ കൺട്രോൾ ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോയതിനു ശേഷം വി വിൽ ഗോ ഫോർ ക്വസ്റ്റ്യൻസ്. മൊസ്കിറ്റോ കൺട്രോൾ നമുക്ക് ജനറലി വി ക്യാൻ ഡിവൈഡ് ഇൻടു 2. 2 തരത്തിലുള്ള കൺട്രോൾ. ഒന്ന് അഡൽട്ട് കൺട്രോൾ, മൊസ്കിറ്റോ ആയതിനു ശേഷമുള്ള കൺട്രോൾ. പിന്നെ അക്വാട്ടിക് ഫോംസിനെ ലാർവൽ കൺട്രോൾ, ലാർവയെ കൺട്രോൾ ചെയ്യുക. അപ്പോൾ അഡൽട്ട് കൺട്രോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒന്ന് ഇൻഡോർ റെസിജ്വൽ സ്പ്രേ. ഇപ്പോഴും നമ്മൾ അങ്ങനെ ഉപയോഗിക്കുന്നില്ല, കേരളത്തിൽ നിങ്ങൾ കണ്ടു കാണില്ല. പണ്ട് കാലത്ത് മലമ്പനിയുള്ള സമയത്ത് DDT എന്ന പേരുള്ള ഒരു ഇൻസെക്ടിസൈഡ് നിങ്ങൾ പുസ്തകത്തിൽ കേട്ട് കാണാം. DDT വ്യാപകമായിട്ട് ഉപയോഗിച്ചത്. അതാണ് ഇൻഡോർ റെസിജ്വൽ സ്പ്രേ എന്ന് പറയുന്നത്. എന്തിനാണ് ഇൻഡോർ റെസിജ്വൽ സ്പ്രേ എന്ന് പറയാൻ കാരണം? DDT ഒരിക്കലും വീട്ടിന്റെ പുറത്ത് സ്പ്രേ ചെയ്യാൻ പാടില്ല. അത് സ്പ്രേ ചെയ്യേണ്ട ഉള്ളിലാണ്, വീട്ടിന്റെ ചുമരുകളിലാണ്, അല്ലെങ്കിൽ പിന്നെ മൊസ്കിറ്റോ കോൺടാക്ട് ചെയ്യാൻ സാധ്യതയുള്ള സ്ഥലത്താണ്. കാരണം ഈ മൊസ്കിറ്റോ സാധാരണ എങ്ങനെയാണ് ചെയ്യുക? നമ്മുടെ വീട്ടിൽ വന്ന് നമ്മളെ കടിക്കുന്നു രാത്രി. കടിച്ചതിന് ശേഷം ഉടനെ അത് പറന്നു പോവില്ല, അത് അടുത്തുള്ള ചുമരിൽ പോയിട്ട് റെസ്റ്റ് ചെയ്യും. അങ്ങനെ റെസ്റ്റ് ചെയ്യുന്ന സമയത്താണ് അതിന്റെ കാലിൽ കൂടി DDT എന്റെ ശരീരത്തിൽ എത്തുകയും അത് ചത്തുപോവുകയും ചെയ്യും. അതാണ് അതിന്റെ ഒരു പ്രിൻസിപ്പിൾ, അതാണ്. പക്ഷേ കുറെ കാലം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഉപയോഗിച്ച് പല മൊസ്കിറ്റോസിന് റെസിസ്റ്റന്റ് ആയിട്ട് മാറി. പിന്നെ നമ്മൾ എത്ര പിന്നെ DDT സ്പ്രേ ചെയ്താലും ചാവില്ല. അത് മാത്രം ചിലതൊക്കെ ബിഹേവിയറൽ ചേഞ്ച് ഉണ്ടായി എന്ന് പറഞ്ഞാൽ അവർ വന്ന് നമ്മളെ മൊസ്കിറ്റോ നമ്മുടെ രക്തം കുടിക്കും, തിരിച്ച് നേരെ ജാലകത്ത് കൂടി തന്നെ തിരിച്ച് പറന്നു പോവുകയും ചെയ്യും. അതായത് അതിനറിയാം പണി കിട്ടും, ചുമരിന്റെ മുകളിൽ നിന്നാൽ പണി കിട്ടും തന്നെ അറിയാം. അതുകൊണ്ട് അടുത്തുള്ള ജാലകം വഴി തന്നെ വന്ന വഴി തന്നെ പറന്നു പോവുകയും ചെയ്യും. അങ്ങനെയുള്ള ബിഹേവിയറൽ റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ജനറ്റിക് റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു പുതിയ മെത്തേഡാണ് ഇപ്പം ലോകവ്യാപകമായിട്ട് മസ്കിറ്റോ കൺട്രോൾ, എസ്പെഷ്യലി മലേറിയ. യെസ് പ്ലീസ്, എന്തെങ്കിലും ഉണ്ടോ? കേൾക്കുന്നില്ല. ഓക്കെ. ആയിക്കോട്ടെ. ഓക്കെ, ആടാണ് തോന്നുന്നു. ഓക്കെ. ഇപ്പൊ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ ടെക്നിക്കാണ്, WHO റെക്കമെൻഡ് ചെയ്ത ടെക്നിക്കാണ്. മൈൻഡ് ചെയ്യേണ്ട ലോങ് ലാസ്റ്റിംഗ് ഇൻസെക്ടിസൈഡൽ നെറ്റ്സ്. LL അങ്ങനെയാണ് പുകയിടുന്നത്. അത് പിന്നെ പറയൂ, അതൊന്ന് ചെയ്യാൻ പറയും. പിന്നെ ലാർവൽ കൺട്രോൾ ആണ്. ലാർവൽ കൺട്രോൾ നമുക്ക് there are 3 types. ഒന്ന് കെമിക്കൽ കൺട്രോൾ, ബയോളജിക്കൽ കൺട്രോൾ, എൻവയൺമെന്റൽ കൺട്രോൾ. വി ഷുഡ് ഓപ്റ്റ് ഫോർ ബയോളജിക്കൽ കൺട്രോൾ ആൻഡ് എൻവയൺമെന്റൽ കൺട്രോൾ. എന്താണെന്ന് പെട്ടെന്ന് ഓടിച്ച് പറയാം. കെമിക്കൽ കൺട്രോൾ ഞാൻ പറഞ്ഞു, DDT, മാലത്തയോൺ, സിന്തറ്റിക് പൈറത്രോയിഡ്സ് എന്ന് പറയുന്ന പലതരത്തിലുള്ള ഇൻസെക്ടിസൈഡ്സ്. പിന്നെ ഇൻസെക്ടിസൈഡ് ഇതിനെ നമ്മള് മൊസ്കിറ്റോ നെറ്റ് ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള സിന്തറ്റിക് പൈറത്രോയിഡ്സ് ആണ്. ലാർവിസൈഡ്സ് ഉപയോഗിക്കുന്നത് ടെമിഫോസ്, ഫെന്തയോൺ എന്നൊക്കെ പറയുന്ന ചില കെമിക്കൽസ്. ഇതിനെപ്പറ്റി നമ്മൾ അധികം വറി ചെയ്യേണ്ട ആവശ്യമില്ല, ബിക്കോസ് വി കാൻ യൂസ് ഇറ്റ്.
as an individual, you can't use these chemicals. It should be done by the experts. അവരെ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഹെൽത്ത് സർവീസിലുള്ള ആൾക്കാർ മാത്രമേ അത് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇൻഡോർ സ്പ്രേയുടെ ടെക്നിക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, വിട്ടേക്കാം. ഓ, ഇതിന്റെ മെറിറ്റ്സ് എന്താണ്? ഇൻഡോർ ലോങ് ലാസ്റ്റിംഗ് ആണ്. ഒരു പ്രാവശ്യം അടിച്ചു കഴിഞ്ഞാൽ 5-6 മാസം നിൽക്കും. ചീപ്പാണ്, ഇഫക്റ്റീവ് ആണ്, സ്യൂട്ടബിൾ ഫോർ റൂറൽ ഏരിയാസ് ആണ്. പക്ഷെ ഡീമെറിറ്റ്സ് ആണ് കൂടുതൽ. ഇതൊക്കെയാണ് റെസിസ്റ്റൻസ് ഇൻ മൊസ്കിറ്റോസ്, പ്രോബ്ലം ഓഫ് കവറേജ്. കാരണം അത് മലേറിയ കൺട്രോൾ ചെയ്യണമെങ്കിൽ എല്ലാ വീട്ടിലും കവർ ചെയ്യണം. അതൊന്നും പറ്റുമെന്ന് വരില്ല. ടെക്നിക്കൽ പ്രോബ്ലംസ് ഉണ്ടാവാം. കാരണം നമ്മൾ സ്പ്രേ ചെയ്യുന്നത് ശരിയായിട്ടല്ലെങ്കിൽ അതുകൊണ്ടുള്ള ഗുണം ഉണ്ടാവില്ല. റെസിസ്റ്റൻസ് ഫ്രം കമ്മ്യൂണിറ്റി, പ്രത്യേകിച്ച് ചില വീടുകളിലൊക്കെ നല്ല പെയിന്റ് അടിച്ച ചുമരിലൊക്കെ ഇതുകൊണ്ട് അടിക്കുന്ന ആൾക്കാർ. പിന്നെ ഇറ്റ് ഇസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ അർബൻ ഏരിയാസ്. പിന്നെ ഓഫ് കോഴ്സ് ദർ ആർ ഹെൽത്ത് പ്രോബ്ലംസ്. ഡീമെറിറ്റ്സിനെ മുഴുവൻ കവർ ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ദീസ് ആർ നത്തിങ് ബട്ട് മൊസ്കിറ്റോ നെറ്റ് ട്രീറ്റഡ് വിത്ത് ഇൻസെക്ടിസൈഡ്സ്. നമ്മൾ സാധാരണ ബെഡ് നെറ്റ്, കൊതുകുവല കമ്പനിയിൽ നിന്നും പ്രത്യേക തരത്തിലുള്ള ഇൻസെക്ടിസൈഡ് മുക്കിയെടുത്ത് ഉണക്കും. മോസ്റ്റ് നെറ്റ്സ് ആർ മേഡ് ഓഫ് പോളിയസ്റ്റർ, പോളിത്തീൻ ഓർ പോളിപെപ്തിലീൻ. പിന്നെ പൈറത്രോയിഡ്സ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദേ ആർ നോട്ട് ടോക്സിക് ടു ഹ്യൂമൻ ബീങ്സ്. ഹ്യൂമൻ ടോക്സിറ്റി അല്ലെങ്കിൽ മെമേലിയൻ ടോക്സിറ്റി വളരെ കുറവാണ്. അപ്പൊ ഇത് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. കാരണം വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനമാണ്. ചെറിയ കുട്ടികളൊക്കെ നക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ വളരെ പോയിസണസ് അല്ലാത്തത് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. സോ ഇതിന്റെ ഗുണമെന്ന് പറഞ്ഞാൽ ഇത് ഒരിക്കലും അത് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 3 വർഷമൊക്കെ പിന്നെ അത് ഉപയോഗിക്കാം. അപ്പം ആഫ്രിക്കൻ കൺട്രീസിൽ ഇപ്പം വ്യാപകമായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. ബിൽ ഗേറ്റ്സ്, മെലിൻഡ ഗേറ്റ്സ് ഫൗണ്ടേഷൻ വർഷമായിട്ട് മലേറിയയുടെ നമ്പർ ഈസ് ഡിക്രീസിങ് ഇൻ ആഫ്രിക്ക. അപ്പോൾ ഇത് വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡാണ്. ഇന്ത്യയിൽ നമ്മളത് ഉപയോഗിക്കുന്നത് വടക്ക് കിഴക്കൻ പ്രദേശത്താണ്. അവിടേക്കാണ് മലേറിയ കൂടുതലുള്ളത്. നമ്മുടെ കേരളത്തിൽ നിന്നും ഇത് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം വി ഡോണ്ട് ഹാവ് ദാറ്റ് മച്ച് മലേറിയ. ഇപ്പൊ മലേറിയക്കെതിരായിട്ടാണ് ഇത്തരത്തിലുള്ള മെത്തേഡ്സ് ഒക്കെ ഉപയോഗിക്കേണ്ട ആവശ്യം. ആഫ്രിക്കയിലുള്ള ഒരു നെറ്റാണ് കാണിച്ചത്. ലാർവിസൈഡ്സ് ഞാൻ പറഞ്ഞു, അത് ലാർവയാണ് അത് കൊല്ലുന്നത്. അത് കരയിൽ പിന്നെ സ്പ്രേ ചെയ്യാൻ പാടില്ല. പിന്നെ ബയോളജി കൺട്രോൾ ഓഫ് മൊസ്കിറ്റോസ്, ഇത് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, പ്രത്യേകിച്ചും സുവോളജി കുട്ടികൾക്ക്. പൊട്ടൻഷ്യൽ ബയോളജിക്കൽ കൺട്രോൾ ഏജൻസ് എന്ന് പറഞ്ഞാൽ ഫിഷസ്, ബാക്ടീരിയ, ഫംഗായി, വൈറസസ്, പ്രോട്ടോസോവ, നിമറ്റോഡ്സ്, മൈറ്റ്സ്, ഇൻസെക്ട്സ്, സ്പൈഡേഴ്സ്, ടേർട്ടിൽസ്, ബേർഡ്സ്, ലിസർഡ്സ്, ബാറ്റ്സ്, എറ്റ്സെട്ര എറ്റ്സെട്ര എറ്റ്സെട്ര. നമ്മുടെ പിന്നെ നമ്മുടെ എൻവയൺമെന്റിൽ നോക്കിക്കഴിഞ്ഞാൽ പല തരത്തിലുള്ള ഏജൻസ് ഉണ്ട് വിച്ച് ക്യാൻ ഐദർ ഈറ്റ് അഡൽട്ട് മോസ്കിറ്റോസ് ഓർ ലാർവൽ മോസ്കിറ്റോസ്. പക്ഷെ അതെല്ലാത്തിനും നമുക്ക് എന്താ പറയേണ്ടത്, ഒരു കൺട്രോളിന് വേണ്ടി അങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അത് പലപ്പോഴും പറയുന്നത് തവളകളെ കൊല്ലാൻ പാടില്ല. കാരണം ഫ്രോഗ്സ് ക്യാൻ ഈറ്റ്, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഇഫക്റ്റീവായിട്ട് നമ്മൾ ഫീൽഡിൽ ഉപയോഗിക്കുന്ന 2 തരം ബയോളജിക്കൽ കൺട്രോൾ ഏജൻസ് ആണ്. ഒന്ന് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫിഷസ്, പിന്നെ ഉള്ളത് 2 തരത്തിലുള്ള ബാക്ടീരിയ. ഒരുപാട് ഫിഷസ് ഉണ്ട്. അത് ഏറ്റവും ആദ്യമായിട്ട് ഉപയോഗിച്ച ഫിഷ് എന്ന് പറയുന്നത് ഗാംബൂസിയ എഫിനിസ് ആണ്. അത് മെക്സിക്കോ ഇറക്കുമതി ചെയ്ത ഒരു മത്സ്യമാണ്, ഇന്ത്യൻ മത്സ്യമല്ല. പക്ഷെ ഇപ്പോഴും ഇന്ത്യയിൽ എല്ലാ ഭാഗത്തും അതുണ്ട്. പൊസീലിയ റെട്ടിക്കുലേറ്റ, നമ്മൾ ഗപ്പി എന്ന് പറയുന്നത് അക്വേറിയത്തിലുള്ള ഫിഷ്, ദാറ്റ്സ് ആൾസോ വെരി ഗുഡ് ഫിഷ്. പിന്നെയുള്ളതൊക്കെ നാടൻ മത്സ്യങ്ങളാണ് നമ്മൾ ഇതിൽ കൊടുത്തിട്ടുള്ളത്. എപ്ലോകൈലസ് ബ്ലോക്കായി, എപ്ലോകൈലസ് പെൻചാക്സ്, മാനത്തുകണ്ണി എന്നൊക്കെ നിങ്ങൾ പറയുന്ന മത്സ്യം. അപ്പൊ അതിനെയും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ സാധാരണ നമ്മൾ കിണറുകളിലൊക്കെ ഉപയോഗിക്കാൻ നല്ലതാണ്, എസ്പെഷ്യലി ഫോർ മലേറിയ കൺട്രോൾ. അനഫലസ് മോസ്കിറ്റോസിനെ കൺട്രോൾ ചെയ്യാൻ നമ്മൾ ഈ മത്സ്യങ്ങളെ ഇഫക്റ്റീവായിട്ട് ഉപയോഗിക്കാം. കിണറ്റിലൊരു 10-20 മത്സ്യങ്ങൾ ഇട്ടാൽ മതി. ഇറ്റ് മേ സർവൈവ് ഫോർ 1 year അല്ലേ. അപ്പൊ അടുത്ത കൊല്ലം വീണ്ടും ഇട്ടാം. ബാക്ടീരിയ 2 തരത്തിലുള്ള ബാക്ടീരിയയാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് ബാസില്ലസ് തുറിഞ്ചിയൻസിസ്, മറ്റേത് ബാസില്ലസ് സ്ഫെറിക്കസ്. ഇതും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഇറ്റ്സ് വെരി കോസ്റ്റ്ലി. ഇറ്റ് ഹാസ് ടു ബി ഡൺ ബൈ ദി ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്. ഇതാണ് ഗംബൂസിയ. എപ്ലോക്കൽ, നമ്മളെ മാനത്ത് കണ്ണി, ഫോട്ടോ അത്ര ഗുണമില്ല. ഇത് റസ്പുറ എന്ന് പറയുന്നത് നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പേരെന്ന് എനിക്കറിയില്ല. നമ്മളിവിടെ കുളപ്പരൽ എന്നൊക്കെ പറയും വടക്കൻ കേരളത്തിൽ. പൊസീലിയ, നമ്മളെ കപ്പി. ബാസില്ലസ് തുറിഞ്ചിയൻസിസ്, ബാസില്ലസ് ആണ്, റോഡ് ഷേപ്ഡ് ആയിട്ടുള്ള ബാക്ടീരിയ ആണ്. ഇതും നമ്മൾ ലാർവിസൈഡ് ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇതൊന്നും വേണ്ട. ഇതാണ് ബാസില്ലസ് സ്ഫെറിക്കസ് എന്ന് പറയുന്നത്. അത്ര ഇഫക്റ്റീവ് അല്ല. ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ളത് ബാസില്ലസ് തുറിഞ്ചിയൻസിസ് ആണ്. ഞാൻ അതിൽ രണ്ടിലും ഒരുപാട് കാലം വർക്ക് ചെയ്തിട്ടുണ്ട്. അതിന്റെ വി കുഡ് കൺട്രോൾ മലേറിയ യൂസിങ് ദീസ് 2
ബാക്ടീരിയ ഇൻ ഗോവയിൽ ഞങ്ങൾ രണ്ടും ഫീൽഡ് സ്റ്റഡീസ് ട്രയൽ നടത്തിയിട്ടുണ്ട്. ഓക്കെ, ഇനി അവസാനത്തെ പുതിയ മെത്തേഡ്സ്. ഇപ്പൊ എല്ലാവർക്കും നല്ല പുതിയ മെത്തേഡ്സ് ഇഷ്ടം, സംതിങ് വെരി വെരി അട്രാക്റ്റീവ് അല്ലെ, കേൾക്കുമ്പോൾ നല്ലൊരു സുഖം വേണം. അതുപോലുള്ള ടെക്നിക്സ് നമുക്ക് ആവശ്യം. അപ്പൊ ആരും ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. ബട്ട് ഹൗ ഇഫക്റ്റീവ് ഇറ്റ് ഈസ് എന്നൊക്കെ പറയുന്നത് വളരെ വലിയ ചോദ്യമാണ്. എത്രത്തോളം ഇഫക്റ്റീവ് ആണ്, എത്രത്തോളം കോസ്റ്റ് ഇഫക്റ്റീവ് ആണെന്നൊക്കെ ചോദ്യം വരുമ്പോൾ പ്രശ്നമാണ്. കാരണം സാധാരണ നമ്മളെപ്പോലെ രാജ്യങ്ങൾക്കൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. ഇറ്റ് ഇസ് വെരി കോസ്റ്റ്ലി. അതിലൊന്നാണ് ജനറ്റിക്കലി മോഡിഫൈഡ് മോസ്കിറ്റോസ്. ഇത് വലിയൊരു കോൺട്രവേഴ്സിയാണ്. ഇപ്പൊ അമേരിക്കയിൽ അതിന്റെ ട്രയൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയിൽ നേരത്തെ ഞാൻ പറഞ്ഞ ഫ്ലോറിഡ കീ എന്ന് പറയുന്ന സ്ഥലത്ത് ജനങ്ങൾ എതിരായിട്ട് നിൽക്കുകയാണ്. ദേ ആർ ഫൈറ്റിംഗ് അഗൈൻസ്റ്റ് ദിസ്. എന്താണ് GM മോസ്കിറ്റോസ് നടത്തുന്നത്? ഇൻസേർട്ട് എ ജീൻ, ഒരു പ്രത്യേക തരത്തിലുള്ള ജീൻ. അതിൽ ഏത് ജീനാന്ന് അവർ പറയുന്നില്ല, കാരണം അത് രഹസ്യമാണ്. ആ ജീന് അതിൽ ഈ മോസ്കിറ്റോയിൽ ഇൻസേർട്ട് ചെയ്യുന്നത് സെൽഫ് ലിമിറ്റിംഗ് ജീൻ എന്നാ പറയുന്നത്. അപ്പോൾ ഇതിന്റെ പ്രത്യേകത, വെൻ ദേ മേറ്റ്, ഇത്തരത്തിലുള്ള മോസ്കിറ്റോസ് മെയിൽ മോസ്കിറ്റോസിലാണ് സാധാരണ ചെയ്യുന്നത്, മെയിൽ മാത്രമല്ല ഫീമെയിലും ചെയ്യും. വെൻ ദേ മേറ്റ് ഒരു ഫീമെയിൽ മോസ്കിറ്റോ ആയിട്ട്, ഇത് ലബോറട്ടറിയിലാണ് ഈ മെയിൽ മോസ്കിറ്റോസിന് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ ഈ മെയിൽ മോസ്കിറ്റോസിൽ സെൽഫ് ലിമിറ്റിംഗ് ജീൻ എന്ന് പറയുന്ന ഒരു ജീൻ. അപ്പൊ അതിന് ലക്ഷക്കണക്കിന് ഇത്തരത്തിലുള്ള കൊതുകുകൾ അവരിങ്ങനെ തുറന്നു വിടും, വൈൽഡിലേക്ക് തുറന്നു വിടും. അപ്പൊ ദേ വിൽ ഗോ ആൻഡ് മേറ്റ് വിത്ത് വൈൽഡ് വെറൈറ്റി ഓഫ് ഫീമെയിൽ മോസ്കിറ്റോസ്. അപ്പൊ അവിടെ ആ നാട്ടിൽ കാണുന്ന മോസ്കിറ്റോസ് മേറ്റ് ചെയ്യും. അങ്ങനെ മേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മുട്ടയിടും, മുട്ട വിരിയുകയും ചെയ്യും. എന്നാൽ മുട്ട വിരിഞ്ഞ് വരുന്ന ലാർവ ദേ വിൽ ഡൈ, അത് അഡൽട്ട് ആവുന്നതിന് മുമ്പേ തന്നെ ചത്തുപോകും. അങ്ങനെ കുറെ കാലം ഇങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ റിലീസ് കഴിഞ്ഞാൽ പതുക്കെ പോപ്പുലേഷൻ കുറഞ്ഞു വന്ന് അവസാനം ദർ വിൽ ബി നോ മോസ്കിറ്റോ. ഇതാണ് അതിന്റെ പ്രിൻസിപ്പിൾ. അപ്പൊ അതിനു വേണ്ടി അവരിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഒരു ബ്രിട്ടീഷ് കമ്പനിയായ ഓക്സിടെക്, വലിയ വമ്പന്മാരാണ്, മൾട്ടിനാഷണൽ കമ്പനിയാണ്. അവരാണ് ഇപ്പൊ അത് ഇറക്കിയിട്ടുള്ളത്. അതിന്റെ പേര് സെക്കൻഡ് ജനറേഷൻ ഫ്രണ്ട്ലി ഏഡിസ് എന്നതിന്റെ പേര്. ഇപ്പൊ ഏഡിസ് ഈജിപ്റ്റയാണ് ഇപ്പൊ അവര് ഇറക്കിയിട്ടുള്ളത്. പക്ഷെ അതുകൊണ്ട് മാത്രം നമുക്ക് എല്ലാ ഡിസീസിനെയും ഇറാഡിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല അല്ലെ. ഏഡിസ് ഈജിപ്റ്റ ഉള്ള സ്ഥലത്ത് മാത്രമേ അത് ഉപയോഗിക്കാൻ പറ്റൂ. പിന്നെ വേറൊരു ടെക്നിക്ക് ഉപയോഗിക്കുന്ന ഒരു ബാക്ടീരിയയാണ് വൾബാക്ടീരിയ. അത് ഒരുതരം ജനറ്റിക് മെത്തേഡ് തന്നെയാണ്, ബയോടെക്നോളജിക്കൽ മെത്തേഡാണ്. വൾബാക്ടീരിയ എന്ന് പറയുന്നത് എൻഡോസിംബയോണ്ട് ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ മൊസ്കിറ്റോയുടെയും മറ്റുള്ള ഇൻസെക്ട്സിന്റെയും കോശങ്ങളുടെ ഉള്ളിലാണ് ഉണ്ടാകുന്നത്. എൻഡോസിംബയോണ്ട് ആണ്. When the mosquitoes carry Wolbachia, the bacteria compete with virus like dengue, Zika, chikungunya and yellow fever. അപ്പൊ ഈ സാധാരണ ഏഡിസ് ഈജിപ്റ്റയിൽ വോൾബാക്യ ഉണ്ടാവില്ല നാച്ചുറലായിട്ട്. അപ്പൊ അതിനെ ഇൻസേർട്ട് ചെയ്യണം എന്തെങ്കിലും വഴി. ദേ ഹാവ് സം ടെക്നിക്സ് ഫോർ ദാറ്റ്. അപ്പോൾ നിറയെ ബോഡിയിൽ എല്ലാ സെൽസിലും, മിക്കവാറും സെൽസിലും വോൾബാക്യ ഉണ്ടാവും. ദാറ്റ് ഡസൻ കിൽ ദി മൊസ്കിറ്റോ. അത് മൊസ്കിറ്റോനെ കിൽ ചെയ്യില്ല, പക്ഷേ അത്തരം സെല്ലുകളിൽ വൈറസുകൾക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതാണ് ഇതിന്റെ തിയറി. ഓക്കെ, അപ്പോൾ രണ്ടു തരം ടെക്നിക്കാണ് ഇപ്പോൾ റീസെന്റ് ആയിട്ട് ഉള്ളത്. അത് ഇപ്പോഴും എക്സ്പെരിമെന്റൽ സ്റ്റേജിലാണ്. ട്രയൽസ് നടന്നിട്ടുണ്ട്, പല സ്ഥലങ്ങളിലും അത് വിജയമായിരുന്നു. ഏതായാലും ലോകവ്യാപകമായിട്ട് ഇതിനിയും വന്നിട്ടില്ല. ഇറ്റ്സ് വെരി എക്സ്പെൻസീവ് ഓൾസോ. അപ്പോൾ ഇതാണ് ഒരു സാധാരണ ഓക്സിടെക്കിന്റെ ഒരു ലാർവയാണ്. അപ്പൊ ഇത് അവർ ചെയ്യുന്നത്, അതിൽ സെൽഫ് ലിമിറ്റിംഗ് ജീനിന് പുറമെ ഒരു ഫ്ലൂറസൻ ജീന് കൂടി അതിൽ ഇൻസേർട്ട് ചെയ്യും. ഫ്ലൂറസൻ പ്രോട്ടീൻ അത് ഉണ്ടാക്കുന്നത്. എന്താണ് ഫ്ലൂറസൻ എന്ന് പറഞ്ഞാൽ? അത് പ്രത്യേകിച്ച് ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ അത് ഇങ്ങനെ ഗ്ലോ ചെയ്യും. അപ്പൊ അതിന് ഇവർക്ക് ഈ ട്രയല് നടന്നുകൊണ്ട സമയത്ത് ദേ ക്യാൻ ടേക്ക് സാമ്പിൾസ് എടുത്തിട്ട് അവരുടെ ലാർവ അതിലുണ്ടോ എന്ന് അറിയാൻ പറ്റും. അപ്പം ജനറ്റിക്കലി മോഡിഫൈഡ് ലാർവ ആണെങ്കിൽ അത് ഇങ്ങനെ ഗ്ലോ ചെയ്യും. അതല്ല സാധാരണയാണെങ്കിൽ അത് ഗ്ലോ ചെയ്യില്ല. അപ്പൊ അതൊക്കെ റേഷ്യോ പറയാൻ പറ്റും. വൈൽഡ് മോസ്കിറ്റോസ് ആണോ കൂടുതലുള്ളത്, അല്ലെങ്കിൽ ജനറ്റിക്കലി മോഡിഫൈഡ് മോസ്കിറ്റോ ലാർവയാണോ കൂടുതലുള്ളതെന്ന് അസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഇത്തരത്തിലുള്ള ഒരു ഫ്ലൂറസെന്റ് പ്രോട്ടീൻ കൂടി, അതിന്റെ പ്രോട്ടീൻ ഉണ്ടാക്കുന്ന ഒരു ജീന് കൂടി അതിൽ ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പൊ രണ്ടു തരം ജീനുകൾ ഇൻസേർട്ട് ചെയ്യണം. ഒന്ന് സെൽഫ് ലിമിറ്റിംഗ് ജീൻ, മറ്റേത് ഫ്ലൂറസെന്റ് ജീൻ. ഓക്കെ, അത്രയുമാണ് മോസ്കിറ്റോ ബോൺ ഡിസീസസ് ഇൻ കേരള. വളരെ എന്താ പറയേണ്ടത്, ഔട്ട്ലൈൻ മാത്രമേ നമുക്ക് സംസാരിക്കാൻ പറ്റിയിട്ടുള്ളൂ. മണിക്കൂറുകൾ എടുക്കും. വളരെ വിശദമായിട്ട് പറയുകയാണെങ്കിൽ ഓരോ ഡിസീസിനും 1 മണിക്കൂറെങ്കിലും വേണം. ഇപ്പോൾ തൽക്കാലം നമുക്ക് ഇവിടെ നിർത്താം. എന്തെങ്കിലുമൊക്കെ ചോദ്യമുണ്ടെങ്കിൽ ഓർഗനൈസേഴ്സ് അനുവദിക്കുകയാണെങ്കിൽ നമുക്ക് ചോദിക്കാം. താങ്ക് യു. അടുത്തത് ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ആണ്. പാർട്ടിസിപ്പൻസിന് ക്വസ്റ്റ്യൻസ് ഒന്നെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇടാം, അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് സാറിനോട് നേരിട്ട് ചോദിക്കുകയാവാം.